ഇപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് എസൻസ് എന്താന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്ന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ദ റെസ്റ്റ് വിൽ ബി സിമ്പിൾ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. എപ്പോഴെങ്കിലും ഡിഫിക്കൽറ്റി മനസ്സിലാകാനുള്ള ഡിഫിക്കൽറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക സ്ട്രെയിറ്റ് അവേ. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന്റെ പാർട്ട് നമ്മളിവിടെ ഇത് മുതൽ തുടങ്ങുകയാണ്. 2 ഡയമെൻഷണൽ പ്രൊജക്ഷൻ, അതായത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ, അങ്ങനെ 2 പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ നമുക്കുണ്ട്. സീ ദിസ് ഡയഗ്രാം, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് എ വെർട്ടിക്കൽ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഞാൻ ഈ കാണിക്കുന്നതാണ്, ആൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ സോ യു ക്യാൻ ഈസിലി വിഷ്വലൈസ് ഓൾസോ. സോ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുകയാണ്, ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. പറയാൻ ഉദ്ദേശിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ പോർഷൻ ഈ വെർട്ടിക്കൽ പ്ലെയിനിന്റെ മുമ്പിലേക്കും ഉണ്ട് ബാക്കിലേക്കും ഉണ്ട്. മീൻസ് ദർ ഈസ് സം പോർഷൻ ഓഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിക്കൽ പ്ലെയിൻ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ആൻഡ് സം പോർഷൻ ബിഹൈൻഡ് വി പി. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളുടെ റെഫറൻസ് പർപ്പസിന് നമ്മൾ HP VP എന്നങ്ങ് വിളിക്കുകയാണ്. ആക്ച്വലി ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ റെഫറൻസ് പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ റെഫറൻസ് പ്ലെയിൻ. Okay, so in short we call it HP and VP. So these two are the fundamental planes of projection on which we draw the fundamental orthographic views. So which are the fundamental orthographic views? That's the question. Top view and front view. And then where you profile plane, ഈ HP ക്കും VP ക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ പ്ലെയിനും നമ്മളിവിടെ പ്ലേസ് ചെയ്യും. അതിപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടില്ല. അതിലാണ് നമ്മൾ ഓബ്ജക്റ്റിന്റെ പ്രൊഫൈൽ കിട്ടുന്നത്, അതായത് സൈഡ് വ്യൂ കിട്ടുന്നത്, ഓർ എൻഡ് വ്യൂ. സോ സൈഡ് വ്യൂ ആൻഡ് എൻഡ് വ്യൂ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് വേറൊരു റെഫറൻസ് പ്ലെയിനിലാണ്. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP. തേർഡ് വൺ, അത് ആ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ മൗസ് വെച്ച് കാണിക്കുന്നത് പോലെ ഇവിടെ റൈറ്റ് സൈഡ് പ്രൊഫൈൽ പ്ലെയിനും വെക്കാം, അതുപോലെ ലെഫ്റ്റ് സൈഡിലും വെക്കാം. അതുകൊണ്ട് തന്നെ സൈഡ് വ്യൂസ് എന്ന് പറയുമ്പോൾ, സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് നോക്കാം, റൈറ്റിൽ നിന്ന് നോക്കാം. അപ്പം അതനുസരിച്ച് നമുക്ക് ഏത് പ്ലെയിനിലേക്കാണ്, പ്രൊഫൈൽ പ്ലെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത് സൈഡ് വ്യൂവിന് വേണ്ടിയാണ്. പക്ഷെ നമുക്ക് ആദ്യം ഫണ്ടമെന്റലി അറിയേണ്ടത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ഇപ്പം സ്കൂൾ ക്ലാസ് മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ടോപ്പ് വ്യൂ എന്ന് പറയുന്ന പ്ലാൻ ഓഫ് എ ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ വ്യൂ ഒബ്റ്റെയിൻഡ് ബൈ ലുക്കിംഗ് ദി ഓബ്ജെക്ട് ഫ്രം ദ ടോപ്പ്. അപ്പൊ അത്രേ അറിയാം. ടോപ്പിൽ നിന്ന് നോക്കുമ്പം ഈ ഓബ്ജെക്ട് ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. പക്ഷെ നമ്മളത് എവിടേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓൺ ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു ഓബ്ജെക്ട് ഇവിടെ വെച്ചിട്ട്, ഓബ്ജെക്ട് ഈ ഒരു റീജിയൻ, ഞാൻ ഈ മൗസ് കാണിക്കുന്ന റീജിയനിൽ വെച്ചിട്ട് ടോപ്പിൽ നിന്ന് നോക്കുന്നു, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു. ടോപ്പിൽ നിന്ന് നോക്കിയിട്ട് പ്രൊജക്ട് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കാണ്. ഓബ്ജെക്റ്റിന്റെ ആ കാണുന്നത് നമ്മൾ പ്രൊജക്ട് ചെയ്തെടുക്കുന്നത് ഓബ്ജെക്റ്റിനെ ഈ 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നതാണ് ടോപ്പ് വ്യൂ, ഓർ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്ലാൻ. ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് ഓബ്ജെക്റ്റ് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഈ ഒരു പോർഷനിലാന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ റീജിയൻ ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബവ് HP. HP-ക്ക് മേളിലും VP-ക്ക് മുമ്പിലുമായിട്ട് ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്നു ഈ പോർഷനിൽ, ഞാൻ ഈ കാണിക്കുന്ന പോർഷനിൽ. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ HP-യിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ അതിന് നോക്കുന്നത് ടോപ്പിൽ നിന്നാണ് നോക്കുന്നത്, ഓബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കും. അങ്ങനെ കിട്ടുന്നത് ടോപ്പ് വ്യൂ. ദെൻ ഫ്രണ്ടിൽ നിന്നിട്ട് നോക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു, ഓബ്ജക്റ്റിന് പുറകിലായിട്ടിരിക്കുന്ന ഈ വെർട്ടിക്കൽ പ്ലെയിനിലെ ആ പോർഷനിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ, ഓർ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് എലിവേഷൻ. സോ പ്ലാൻ ആൻഡ് എലിവേഷൻ എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. ശരിക്കും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് പോലുള്ള ആസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നത്. ഒരു ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് കിട്ടുന്നത് ഒബ്വിയസ്ലി കോമൺ സെൻസ് വെച്ച് പറഞ്ഞാൽ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഹൈറ്റ് കിട്ടുന്നത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഹൈറ്റ് കിട്ടാറില്ല. അത് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര മുമ്പിലേക്കാണ് അല്ലെങ്കിൽ പുറകിലേക്കാണ് എന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. സോ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഈ കംപ്ലീറ്റ് റീജിയനിന് 2 പോർഷൻ ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. വൺ ഈസ് എബവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദ അതർ റീജിയൻ ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി വിത്ത് റെസ്പെക്ട് ടു VP ആണെങ്കിൽ there are 2 regions. ഏതാണ്? വൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ദി അതർ വൺ ബിഹൈൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിന്റെ പുറകിലും വെർട്ടിക്കൽ പ്ലെയിനിന്റെ മുൻപിലേക്കും. സോ ആ കീ വേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ബിഹൈൻഡ് VP. Then horizontal plane ആണെങ്കിൽ with respect to horizontal plane we have a region above horizontal plane and below horizontal plane. ഇനിയിപ്പോ when HP and VP intersect, ഇതുപോലെ HP യും VP intersect ചെയ്യുമ്പോൾ the complete region around the planes
are divided into 4 different quadrants. First quadrant, second quadrant, third quadrant and fourth quadrant. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ 2-dimensional analytical geometryയിൽ, കാർട്ടീഷ്യൻ ജോമെട്രിയിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുമ്പോൾ നമുക്ക് 4 റീജിയൻസ് കിട്ടാറുണ്ട് പ്ലെയിനിൽ. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്നൊക്കെ പറയും മാത്സിൽ. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പം പോസിറ്റീവ് റീജിയൻ ആണെന്ന് നമുക്കറിയാം. സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് റെസ്പെക്റ്റീവ്ലി നമുക്ക് 2D ജോമെട്രിയിൽ വ്യക്തമായിട്ട് അറിയാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ക്വാഡ്രന്റ് കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നെയിം ചെയ്യുന്നത് ഏത് ഡയറക്ഷനിൽ ഫോളോ ചെയ്തിട്ടാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. ഇത് ഞാൻ ഈ മൗസ് വെച്ച് കാണിക്കുന്നത് പോലെ ഇങ്ങനെയാണ്. സപ്പോസ് ഈ ലൈനിന്റെ ഈ എഡ്ജ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ദിസ് വിൽ ബി ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, ദിസ് വിൽ ബി ദ സെക്കൻഡ് ക്വാഡ്രന്റ്, ദിസ് വിൽ ബി ദ തേർഡ് ക്വാഡ്രന്റ്, ദിസ് വിൽ ബി ദ ഫോർത്ത് ക്വാഡ്രന്റ് 2D പ്ലെയിൻസിൽ പോലും. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ വി ഹാവ് 2-dimensional പ്ലെയിൻസ് ആണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, ലൈൻസ് അല്ല. സോ 3D ജോമെട്രിയുടെ ഒരു ആസ്പെക്ട് ആയത്. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ 4 റീജിയൻസ് ആർ ഫോംഡ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. പക്ഷെ നമുക്ക് സ്പെസിഫിക്കലി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഏത് റീജിയൻ ആണെന്ന് നമുക്ക് മനസ്സിലാവണം. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ റീജിയൻ ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബവ് HP. ഇൻ ഫ്രണ്ട് ഓഫ് VP, ഞാൻ അതിനാണ് ഈ ആരോ ഹെഡ് വരച്ചിരിക്കുന്നത്, മുമ്പിലേക്ക് വരച്ചിരിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ദിസ് വൺ എബവ് HP. സോ ഇവിടെ എനിക്ക് മാർക്ക് ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോ ഒരു ആരോ ഹെഡ് വരയ്ക്കുകയാണ്. സി ദിസ് ആരോ ഹെഡ്, ജസ്റ്റ് കൺസിഡർ ദിസ് വൺ. ദിസ് ഈസ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദി ഒബ്സർവർ ലുക്സ് അറ്റ് ദി ഓബ്ജെക്ട്. അത് ഏത് ക്വാഡ്രന്റിൽ വേണമെങ്കിലും ഓബ്ജെക്ട് വെക്കാം. ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ഒബ്സർവർ നോക്കുന്നത്, അത് പൊസിഷൻ മാറുന്നില്ല എന്ന് വെക്കുക. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് നോക്കിയിട്ടാണ് ഓബ്ജക്റ്റിന്റെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടേണ്ടത്. സോ ഫ്രണ്ട് വ്യൂ കിട്ടേണ്ട, അപ്പൊ ഞാനിപ്പോ ഇവിടെ എഴുതുന്നത് ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഒബ്സർവർ നോക്കുന്നത് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ്, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവർ ഹിയർ, ഈ റീജിയൻ എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് VP. നമുക്ക് 4 ഡിഫറെന്റ് പ്രൊജക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. ഈ ഒരു 4 ക്വാഡ്രന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റ് ഏതാണ്? ഇറ്റ് ഈസ് എ റീജിയൻ in front of VP and above HP. See this region. And ഈ region ഏതാ? It is a region behind VP. See the arrowhead? Behind VP and above HP. ഇവിടെയാണ് ആ region, സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് it is a region behind VP and above HP. ഇവിടെയാണ്. And തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ? It is a region, see this arrowhead, below HP and then behind VP. See, ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഒബ്സർവർ എന്ന് പറയുന്നത് സ്റ്റിൽ സ്റ്റാൻഡിങ് ഹിയർ. ഒബ്സർവറുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ പ്ലെയിൻസിന്റെ മുമ്പിൽ ഇവിടെ തന്നെ നിൽക്കുന്നു. അത് കാരണമാണ് നമ്മൾ ഈ ബാക്കിലേക്കുള്ള റീജിയൻ, VPയുടെ ബാക്കിലേക്കുള്ളതിനെ ബിഹൈൻഡ് VP എന്ന് വിളിക്കുന്നത്. സോ ബിഹൈൻഡ് VP ആൻഡ് ബിലോ HP എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ് എന്ന് മനസ്സിലാക്കണം. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റീജിയൻ ബിലോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. സീ ദിസ് ആരോ ഹെഡ്, ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ ഒബ്സർവറുടെ ആ ഡയറക്ഷനിലേക്കാണ്, മുമ്പിലേക്കാണ് വരുന്നത്. സോ ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ബിലോ HP. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാവണം. ഇനി പോയിന്റ്സ്, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നായിരിക്കും നമ്മൾ പറയാൻ തുടങ്ങുന്നത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നാണ്. പിന്നെ ലൈൻസിലേക്കും, ലൈൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈൻ സെഗ്മെന്റ്. ഇപ്പൊ ഇൻഡെഫിനിറ്റ് ലെങ്ത് ഉള്ള ലൈൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈൻ സെഗ്മെന്റ്സ്, ഡെഫിനിറ്റ് ലെങ്ത് ഒക്കെ ഉള്ളത്. സേ ഫോർ എക്സാമ്പിൾ 100 mm ലോങ് ലൈൻ AB എന്ന് വിളിക്കുന്ന എയും ബിയും അതിന്റെ എൻ പോയിന്റ്സ് ആണ്. അപ്പൊ എയും ബിയും പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്നത്, ഇപ്പൊ ഒരു ആരോ ഹെഡ് ടോപ്പിൽ നിന്ന് വരയ്ക്കുന്നു താഴേക്ക്. സി ദിസ് ആരോ ഹെഡ്. ഈ ആരോ ഹെഡ് എന്തിനാ വരച്ചതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ ഡിറക്ഷൻ ഇൻ വിച്ച് ഒബ്സർവർ ലുക്സ് അറ്റ് ദ പ്ലെയിൻസ് ടു സീ ദ ടോപ്പ് വ്യൂ. അപ്പൊ മേളിൽ നിന്ന് നോക്കുകയാണ്. സോ ഇത് ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി മേളിൽ നിന്ന് നോക്കുന്ന ഡയറക്ഷൻ ആണ് ഇപ്പൊ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഞാൻ ഇതുപോലെ ഇപ്പോൾ ഡയഗ്രാം ബ്ലോക്കും ഒന്നും വരയ്ക്കുന്നില്ല. ഡയഗ്രാം ഇൻ ദ സെൻസ് ഞാൻ ഒരു 3D ഓബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് അതിനെ വരയ്ക്കാനും ഒന്നും ശ്രമിക്കുന്നില്ല. അത്യാവശ്യമുള്ള പോയിന്റ്സ് പറയുന്നു, നമ്മൾ മുമ്പോട്ട് പോകുന്നു. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലെ വേരിയസ് ആസ്പെക്ട്സ് എനിക്കൊന്ന് പറയണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ഐഡിയ ഈസ് ദിസ്. സപ്പോസ് ഐ ഹാവ് എ പോയിന്റ് സംവെയർ ഹിയർ. ഞാനിപ്പോൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. പോയിന്റ് ലെറ്റ് us say ഇവിടെയുള്ള ഒരു പോയിന്റ്. സി ദിസ് ഇസ് ദ പോയിന്റ് ആൻഡ് ദ പോയിന്റ് ഈസ് പോയിന്റിന് ആക്ച്വലി പോയിന്റ് ഹാസ് നോ ഡയമെൻഷൻസ്. പിന്നെ ഞാനത് സ്പോട്ട് ചെയ്ത് വലുതാക്കിയത് കാണാൻ വേണ്ടിയാണ്. പോയിന്റ് എന്ന് പറയുമ്പം 0 ഡയമെൻഷൻ. പിന്നെ ലൈൻ എന്ന് പറയുമ്പോൾ എന്താ? 1 ഡയമെൻഷൻ. സോ 1 ഡയമെൻഷണൽ ഓബ്ജക്റ്റ് ആണ് ലൈൻസ്.
then 2-dimensional object is planes and 3-dimensional object is solids. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. സോ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് കൺസേൺ. അപ്പൊ അതിന് സപ്പോസ് ഈ പോയിന്റ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്ത പോയിന്റിന് ഞാൻ ഒരു നെയിം കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് പോയിന്റ് ഈസ് പി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ പോയിന്റ് പി യെ എനിക്ക് രണ്ടിലേക്കും പ്രൊജക്ട് ചെയ്യണം, രണ്ട് പ്ലെയിനിലേക്കും പ്രൊജക്ട് ചെയ്യണം. അതെങ്ങനെയാ വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പം ഓബ്ജക്ട് ഈ ഫ്രണ്ടിൽ നിന്ന് ഒബ്സർവർ നോക്കുന്നു ആൻഡ് ഓബ്ജക്ട് ഇവിടെ ഓബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി എ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0-dimensional. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ സ്പോട്ട് ഓർ പർട്ടിക്കുലർ ലൊക്കേഷൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ പോയിന്റ് പി ഇരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ പ്രൊജക്ട് ചെയ്തപ്പോൾ കണ്ടോ, പ്രൊജക്ട് ചെയ്ത് വി പിയിലേക്ക് എങ്ങനെ പ്രൊജക്ട് ചെയ്തു? ആ പ്രൊജക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡ്രോൺ പെർപെൻഡിക്കുലർ ടു വി പി. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ള ഒരു വേർഡ്, ഓർത്തോഗ്രാഫിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് പ്രൊജക്ടേഴ്സ് ഡ്രോൺ ഫ്രം ദി ഓബ്ജക്ട്, they are perpendicular to the planes of projection. എന്താണ് planes of projection? HP യും VP യും ഫണ്ടമെന്റൽ വൺസ്. പിന്നെ പ്രൊഫൈൽ വ്യൂ അല്ലെങ്കിൽ സൈഡ് വ്യൂ വരയ്ക്കാൻ പ്രൊഫൈൽ പ്ലെയിൻസ് വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ഇപ്പോ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്യാൻ ഒബ്ജക്റ്റിൽ നിന്ന് പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കും. അത് പെർപെൻഡിക്കുലർ ടു HP ആണ് വരയ്ക്കുന്നത്. എപ്പോഴും ഓർത്തോഗ്രാഫിക് എന്ന് പറയുമ്പം ഈ പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ. സീ ദിസ്, ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്നത് see I'm representing a vertical line now, almost vertical, ഒരു see like this, ഇങ്ങനെ ഇപ്പൊ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ് HP യിലേക്ക്. ഓക്കെ, സോ അങ്ങനെ കിട്ടി. അവിടെ ഒരു ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ, അപ്പൊ ഇതിനെ മീറ്റ് ചെയ്യുന്നത് ഇതിന്റെ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് HP യിൽ ഒരു ഇംപ്രഷൻ വീഴിക്കുകയാണ്. അതുപോലെ വി പിയിലേക്ക് നമ്മളിപ്പോ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞു. സോ രണ്ട് ശ്രദ്ധിക്കണം, രണ്ട് പോയിന്റ് കിട്ടി. HP യിൽ കിട്ടിയത് ഇപ്പോ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് എ ടോപ്പ് വ്യൂ. സോ ടോപ്പ് വ്യൂ ദാറ്റ് ഈസ് സേ P, സ്മോൾ ലെറ്റർ P. ആൻഡ് വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്തത് ഫ്രണ്ട് വ്യൂ ദാറ്റ് ഈസ് P'. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് എങ്ങനെയായി ഈ പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു XY, XY എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഇവിടെ XY ഈസ് ദ കോമൺ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ HP ആൻഡ് VP. സോ HP ക്കും VP ക്കും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് XY. ഈ XY ആണ് നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിലെ ഒരു 2-dimensional പ്രൊജക്ഷൻ സിസ്റ്റമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഫറൻസ് ലൈൻ. കാരണം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ലൈൻ നമ്മൾ എവിടെയാണ് ടോപ്പ് വ്യൂ, എവിടെയാണ് ഫ്രണ്ട് വ്യൂ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ P പ്രൊജക്ട് ചെയ്തു, എനിക്ക് VP യിൽ ഒരു പ്രൊജക്ഷൻ കിട്ടി. VP യിൽ കിട്ടിയ പ്രൊജക്ഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വൺ, സി ദിസ്, ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയില്ലേ P' എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയ P എന്ന് പറയുന്ന പോയിന്റ്. സി ദാറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റിങ് വാട്ട്? ദാറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റിങ് ടോപ്പ് വ്യൂ ഓഫ് ദി പോയിന്റ് P. അപ്പൊ P എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ P എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെ നമുക്ക് ഓർത്തോഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷൻ. HP യിലേക്കും VP യിലേക്കും പ്രൊജക്ടർ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് കിട്ടിയതാണത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ദിസ്, ഞാനിപ്പം വരയ്ക്കാൻ ശ്രമിക്കുന്നത്, സി ഐ വിൽ ഷോ ദാറ്റ് നൗ. സി ദിസ് വൺ, ഇവിടെ ഇപ്പോ ആ P' അവിടെ നിന്നുള്ള ആ ലൈനിനെ ഞാൻ ഒരു ലൈറ്റ് ലൈൻ അങ്ങ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഫ്രം P' ടു XY, അതും പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ടു XY എന്നുള്ള വിധത്തിലാണ് വരയ്ക്കുന്നത്. സി സംതിങ് ലൈക്ക്, ഇപ്പോ ചിലപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓറിയന്റേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. പ്രൊജക്ടർ എനിക്കത് പറയാനൊക്കെ പിന്നീട് അങ്ങോട്ട്. അപ്പൊ ഇവിടെ നിന്ന് പിന്നെ ഇങ്ങനെ കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മൾ മുമ്പിലേക്ക് വരയ്ക്കുന്നത്. അപ്പൊ പ്ലെയിൻസിന്റെ ആ പ്രൊജക്ഷനും നമ്മൾ വരയ്ക്കുന്നതിനുള്ള ഡിസ്റ്റോർഷനും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. സോ സംതിങ് ലൈക്ക് ദിസ്. ഇപ്പം ഞാൻ ഈ കാണിച്ചതുപോലെ ആക്ച്വലി ഇപ്പൊ ഞാൻ അവിടെ വരച്ചിരിക്കുന്ന XY യിലേക്ക് വരച്ച ആ ലൈന്, P' ന്ന് XY യിലേക്ക് ഒരു ലൈൻ വരച്ചു. സി ദിസ്, P' ന്ന് XY യിലേക്ക് ഈ ലൈൻ വരച്ചു. ഇത് രണ്ടുമാണ് നമ്മൾ ശരിക്കും നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ ഇനി പോകുന്നത്. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ സ്റ്റോറി പറയാനായിട്ട് പോവുകയാണ്. ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ടേക്കൺ ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ ഈ എക്സാമ്പിളിൽ എന്താ വേണ്ടതെന്ന് പറയാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ ഡ്രോ ദ പ്രൊജക്ഷൻ. ഇതുപോലുള്ള ഡിഫറെന്റ് കേസസ് ആദ്യം നമ്മൾ പറയും, അത് കഴിഞ്ഞ് അത് ലൈൻസിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യും. സോ ഡ്രോ ദി പ്രൊജക്ഷൻസ് ഓഫ് a point P, say 40 mm, P 40 mm above HP.
ഒബിയസ്ലി അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് പോയിന്റ് പി എന്നുള്ളത് എബോവ് HP ആണ് ബൈ സം ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് 40 ഇപ്പൊ ഞാൻ അവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ശരിക്കും സ്മോൾ p മുതൽ ക്യാപിറ്റൽ P വരെയുള്ള ആ ഡിസ്റ്റൻസ്, ആ ഹൈറ്റ് അത് തന്നെയാണ്. സി ദിസ് ഇസ് 40 mm. ഓക്കെ, ആൻഡ് ദെൻ അതുപോലെ തന്നെ 40 എന്ന് മാത്രം എഴുതിയേക്കാം. ദെൻ അതുപോലെ നമ്മുടെ ഫ്രണ്ട് വ്യൂവിന് വേണ്ടി, അതായത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് അതോടെ പറയാൻ പോവാണ്. സോ P 40 mm എബോവ് HP and say 30 mm or let's say 20 mm. Okay, so 20 mm in front of VP. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ നിന്ന് ഈ പ്ലെയിനിന്റെയും നമ്മൾ ഇതുപോലെ പ്ലെയിൻസ് ഒന്നും വരച്ച് വെക്കണ്ട. നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു XY ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഡ്രോ ദ പ്രൊജക്ഷൻസ് മീൻസ് ഡ്രോ ദ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രോ ദ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ, ദാറ്റ്സ് ഓൾ. ഇനി അറിയേണ്ടത് ഈ പോയിന്റിന്റെ ലൊക്കേഷൻ എവിടെയാ? above HP and in front of VP. See, obviously this point P is in the first quadrant, so that is our first idea. So point P എന്ന് പറയുന്നത് P is in ഈ ഐഡിയ above HP and in front of VP. ആ റീജിയൻ ഏതാ? P is in first quadrant. ഓക്കെ, അപ്പൊ അതിന്ന് നമ്മൾ എങ്ങനെയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ടത് എന്നിപ്പോ പറയാൻ പോവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, P is in first quadrant. അതെങ്ങനെ മനസ്സിലായി? above HP and in front of VP. 40 mm above HP, 20 mm in front of VP. ഏതാണ് ഹൈറ്റ് കാണിക്കുന്നത്? ഏതാണ് the distance by which the point is in front of VP എന്ന് കാണിക്കുന്നത്? സോ ഹൈറ്റ് കാണിക്കുന്നത് 40 mm എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമ്മളുടെ എവിടെ റിഫ്ലക്ട് ചെയ്യും? P ഡാഷിന്റെ ഹൈറ്റിലാണ്. അതായത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. സി ദിസ് 40, ഈ ഹൈറ്റ് കാണിക്കുന്ന ദിസ് ഈസ് ആക്ച്വലി 40. ഇനി ഇവിടെ മുമ്പിലേക്കുള്ള ഡിസ്റ്റൻസ്, ആൻഡ് ഇതാണ് നമ്മളുടെ 20 എന്ന് പറയുന്നത്. സോ ആ ടോപ്പ് വ്യൂ എത്ര XY എന്ന് പറയുന്ന ലൈനിൽ നിന്ന് ഫ്രണ്ട് വ്യൂ P ഡാഷ് എത്ര ഹൈറ്റിലാണ്? 40. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന പോയിന്റ് സ്മോൾ p എന്നുള്ളത് ഈ XY നിന്ന് എത്ര മുമ്പിലേക്കാണ്? 20 mm. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, VP എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ VP ഇന്ന് എത്ര ഡിസ്റ്റൻസ് മുമ്പിലേക്കാണ് അല്ലെങ്കിൽ പുറകിലേക്കാണ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. ദിസ് ഈസ് എ ക്രൂഷ്യൽ പോയിന്റ്. നമ്മൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ്, ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് VP എന്നുള്ള ഡിസ്റ്റൻസാ. ആൻഡ് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് HP എന്നുള്ള ഡിസ്റ്റൻസാ. അപ്പൊ 40 mm എബോവ് HP എന്ന് നമ്മൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ, നമ്മൾ എപ്പോഴെങ്കിലും 40 mm എബോവ് HP എന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡിസ്റ്റൻസ് യൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ്. VP എന്നുള്ള ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. പക്ഷെ അതൊരു കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് തോന്നാം. കാരണം എന്താണെന്നറിയോ? HP-യിലെ പ്രൊജക്ഷൻ ആണ് ടോപ്പ് വ്യൂ, HP-യിൽ നമ്മൾ വരയ്ക്കുന്ന പ്രൊജക്ഷൻ ആണ്. പക്ഷേ ഈ HP ആയിട്ടുള്ള റെഫറൻസ് ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് അതിന്റെ മറ്റേ വ്യൂ കിട്ടാനാണ്. അതായത് ടോപ്പ് വ്യൂ അല്ല, ഫ്രണ്ട് വ്യൂ കിട്ടാനാണ്. അപ്പോൾ HP-യിലെ പ്രൊജക്ഷൻ ആണ് ടോപ്പ് വ്യൂ, പക്ഷേ HP എന്നുള്ള ഡിസ്റ്റൻസ് ഉപയോഗപ്പെടുത്തേണ്ടത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ്. VP-യിലെ പ്രൊജക്ഷൻ ആണ് ഫ്രണ്ട് വ്യൂ, പക്ഷേ VP എന്നുള്ള ഡിസ്റ്റൻസ്, VP റെഫറൻസ് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. VP-യിലെ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ ആണെങ്കിലും VP റെഫറൻസ് ആക്കി പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. ഇവിടെ ഇപ്പൊ 20 mm മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞാൽ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, അത് ഉപയോഗിക്കേണ്ടത് VP ആയിട്ട് റെഫറൻസ് ഉണ്ടെങ്കിൽ ഉടൻ മനസ്സിലാക്കണം അത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാൻ, അതായത് സ്മോൾ p മാർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കേണ്ടത്. ആൻഡ് HP ആയിട്ടുള്ള ഡിസ്റ്റൻസ് 40 mm എബോവ് HP, ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ സ്മോൾ p ഡാഷ് മാർക്ക് ചെയ്യാനാണ്. നമ്മൾ ഈ സ്മോൾ p ടോപ്പ് വ്യൂ, സ്മോൾ p ഡാഷ് ഫ്രണ്ട് വ്യൂ എന്ന് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ആക്ച്വൽ പോയിന്റ് P ആയതുകൊണ്ട്. അപ്പൊ ഇതുപോലെ ഇനി ആക്ച്വൽ പോയിന്റ് ക്യാപിറ്റൽ ലെറ്ററിലും അതിന് കറസ്പോണ്ടിങ് ആയി ലോവർ കേസ് ലെറ്റർ വിത്തൗട്ട് ഡാഷ് ടോപ്പ് വ്യൂവും ഇനി വിത്ത് ഡാഷ് ഫ്രണ്ട് വ്യൂവും. ഇതാണ് നമ്മുടെ ലോജിക്ക്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, വിൽ കണ്ടിന്യൂ. സോ അപ്പോൾ ഈ ഒരു പോയിന്റ്, മേജർ പോയിന്റ് ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനി ഡിസ്റ്റൻസ് ഗിവൺ വിത്ത് റെഫറൻസ് ടു HP ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻ മാർക്കിംഗ് ദ ഫ്രണ്ട് വ്യൂ. HP ആയിട്ട് റെഫറൻസ് തന്നാൽ ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത്, HP ആയിട്ട് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? രണ്ട് പോസിബിലിറ്റി ആവുള്ള. ഒന്ന്, സം ഡിസ്റ്റൻസ് എബോ HP എന്ന് തരാം, അല്ലെങ്കിൽ സം ഡിസ്റ്റൻസ് ബിലോ HP എന്ന് തരാം. ഈ രണ്ട് കേസിലും ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ
ലൊക്കേറ്റ് ചെയ്യാനാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വി പി ആയിട്ട് റെഫറൻസ് പറയുകയാണെങ്കിൽ, വി പി ആയിട്ട് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിലൊക്കെ പറയാം? ഐദർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയാം, അല്ലെങ്കിൽ ബിഹൈൻഡ് വി പി എന്ന് പറയാം. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉപയോഗപ്പെടുത്തേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. ഇപ്പൊ വി പി ആയിട്ടുള്ള റെഫറൻസ് ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനും, എച്ച് പി ആയിട്ടുള്ള റെഫറൻസ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാനും ആണ് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അത് ഓർത്ത് വെച്ചേക്കണം, അത് മറന്നേക്കരുത്, കാരണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ പോയിന്റിന്റെ പ്രൊജക്ഷൻ നമ്മൾ ഈ ഇതുപോലെ പ്ലെയിൻസ് ഒന്നും വരയ്ക്കാൻ പോകുന്നില്ല. സോ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡ്രോ ആൻ എക്സ് വൈ ലൈൻ. സി ദിസ്, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എക്സ് വൈ ലൈൻ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ഓഫ് എച്ച് പി ആൻഡ് വി പി. എക്സ് വൈ വരച്ചിട്ട് ദെൻ വി വിൽ ഡ്രോ എ വെർട്ടിക്കൽ പ്രൊജക്ടർ ലൈൻ. ഇതിലൊരു ഇപ്പോൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണെങ്കിൽ ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും, എക്സ് വൈക്ക് ഒരു പെർപെൻഡിക്കുലർ, ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ലൈൻ ഈസ് വെരി വെരി ലൈറ്റ്. ഓക്കെ, ഈ എക്സ് വൈ വേണമെങ്കിൽ മീഡിയം ഡാർക്ക്നെസ് കൊടുക്കാം, സിൻസ് ഇറ്റ് ഈസ് എ റെഫറൻസ് ലൈൻ. ഇപ്പൊ ഇതുപോലെ ഞാൻ ഒരു ലൈറ്റ് ലൈൻ വരയ്ക്കണം. നമ്മുടെ വിസിബിലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് വെരി ലൈറ്റ്. അങ്ങനെ ഫെയിന്റ് ലൈൻ പെർപെൻഡിക്കുലർ. സോ ദിസ് ഈസ് ആക്ച്വലി പെർപെൻഡിക്കുലർ ടു എക്സ് വൈ. ഇനി അതിൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ഓർക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരു പ്ലെയിനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിനാണ് ഞാൻ ഈ ആരോ ഹെഡ് വരച്ചിരിക്കുന്നത്. ഇതൊന്ന് നോക്കിയേ. ഈ പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം പിയും പി ഡാഷും കിട്ടിയത്, പി എവിടെയാ കിട്ടിയ? എച്ച് പിയുടെ ഈ ഫ്രണ്ടിലേക്കുള്ള ഈ പോർഷനിലാണ്. പി ഡാഷ് കിട്ടിയത് വി പിയുടെ അപ്പർ പോർഷനിലാണ്. ഇത് കിട്ടിയതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരൊറ്റ പ്ലെയിനിലാക്കുമ്പോഴേ നമുക്ക് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒരു പ്ലെയിൻ ഓഫ് പേപ്പറിൽ 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്തെന്ന് പറയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആഫ്റ്റർ ഗെറ്റിംഗ് ദ പ്രൊജക്ഷൻ വി പി ആ വി പി റീജിയൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് എച്ച് പി റീജിയനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വി പി റീജിയന് ലുക്കിംഗ് ഫ്രം ഇവിടെ ഇപ്പോൾ ഈ ഡയറക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ചെയ്ത ഇതിനെ നെയിം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതൊരു കൺഫ്യൂഷൻ വരരുത്. ദിസ് ഈസ് ആക്ച്വലി ക്വാഡ്രന്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്ലെയിനിൽ കിട്ടാൻ വേണ്ടി, അതായത് ഈ ക്വാഡ്രന്റ് നെയിം ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു പ്ലെയിനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയിട്ട്, ഇപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ പറയാം, അതാ നല്ലത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ആരോ ഹെഡ് ഞാൻ ഈ മൗസ് വെച്ച് കാണിക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം വി പി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് എച്ച് പിയെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, റൊട്ടേറ്റഡ് ക്ലോക്ക് വൈസ് ത്രൂ 90 ഡിഗ്രി ബൈ ലുക്കിംഗ് ഫ്രം ദ ലെഫ്റ്റ്. സോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കി ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി താഴത്തേക്ക്, അതായത് താഴത്തേക്കെന്ന് ഞാൻ പറയാൻ കാരണം ക്ലോക്ക് വൈസ് ആയിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ അല്ല, ഇത് പ്ലെയിനിനെ നെയിം ചെയ്യാൻ വേണ്ടി കാണിച്ചതാ. സോ ഇതിനെ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നു. ഇതൊന്നും കൺഫ്യൂഷൻ വരണ്ട. അങ്ങനെ വരുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഈ വ്യൂസ് എന്ന് പറയുകയായിരുന്നു ഞാൻ. ഇപ്പൊ ഇവിടെ കിട്ടിയ അനുസരിച്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ അധികം കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൊജക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സം ഡിസ്റ്റൻസ് എന്താണ്, 40 mm എബോവ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് വൈന്ന് ഒരു പ്രൊജക്ടർ ലൈൻ വരച്ചു. ദേ ആ 40 mm നമ്മൾ വന്നിരിക്കുന്നത്, അത് എവിടേക്കാണ് വന്നിരിക്കുന്നത്? ഈ ഒരു എക്സ് വൈക്ക് മേളിലേക്കാണ് വന്നിരിക്കുന്നത്, മുകളിലേക്ക് വന്നു. അത് ആ ഡിസ്റ്റൻസ് എത്രയാന്ന് കണ്ടാൽ 40 ആണ്. സോ നമ്മളിപ്പോ ആ ഡിസ്റ്റൻസ് ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി 40 മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഒരു പോയിന്റ്, ശരിക്കും അതിലൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ശരി, പോയിന്റ്. See, this is actually the line. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡയമെൻഷൻ ഇവിടെ ഞാൻ ആ 40 mm മാർക്ക് ചെയ്യാണ്. 40 mm is this one. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ്. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത് ഈ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത്, ഈ എച്ച് പിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂ കിട്ടിയതിന് ശേഷം, പിയും പി ഡാഷും കിട്ടിയതിന് ശേഷം വി പിയെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഹൊറിസോണ്ടൽ പ്ലെയിനിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കി 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആയിട്ട്, അപ്പൊ താഴേക്കാണ് പോകുന്നത്, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എച്ച് പിയും താഴത്തെ ഈ വി പിയുടെ പോർഷനും തമ്മിൽ മെർജ് ചെയ്യും. അപ്പോൾ എച്ച് പി റീജിയൻ താഴേക്കും വി പി റീജിയൻ മേളിലും വരും. അപ്പൊ ഇതാണ്, ദിസ് ഈസ് എസെൻസ് ഓഫ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓബ്ജക്ട് ഈസ് അസ്യൂം ടു ബി കെപ്റ്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അതായത് നമ്മൾ ഏതിന്റെ പ്രൊജക്ഷൻ ആണോ വരയ്ക്കേണ്ടത്, ആ ഓബ്ജക്റ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? റീജിയൻ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് എബവ് എച്ച് പി. എന്നിട്ട് നമ്മൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുന്നു. നമുക്ക് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഞാനൊരു പോയിന്റ് ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് പോയിന്റ് ഈസ് ആക്ച്വലി മൈ പി ഡാഷ്. ഈ പി ഡാഷ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദാറ്റ് റിയലി റിപ്രസെന്റ്സ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദ പോയിന്റ്. ഇനി ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ ഡിസ്റ്റൻസ് ഈസ് 40 mm.
ഓക്കെ, സോ ലൈക്ക് ദിസ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞു, പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ടോപ്പ് വ്യൂ വേണം. ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ VPA റീജിയനിലേക്ക് താഴത്തേക്കായിരിക്കും HPയെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റീജിയൻ താഴേക്കാണ് വരുന്നത്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി ദെൻ വിൽ ബി ഈ ഇപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിലായി. പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് അത് പ്രൊജക്ഷൻ എടുക്കുമ്പം നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സ്റ്റാൻഡേർഡ് ഉദ്ദേശിച്ചത് നമ്മുടെ ടോപ്പ് വ്യൂ ഇപ്പൊ എവിടെ പോകും, റിലേറ്റീവ് പൊസിഷൻസ്, ടോപ്പ് വ്യൂ എവിടെ വരും, ഫ്രണ്ട് വ്യൂ എവിടെ വരും. ആൻഡ് ദിസ് പോയിന്റ് ഈസ് ദ ടോപ്പ് വ്യൂ. അപ്പൊ എനിക്കിപ്പോ എടുത്ത് പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദിസ് ഇവിടെ ഇപ്പൊ താഴെ വരച്ചിരിക്കുന്നത് ടോപ്പ് വ്യൂ ആണ്. ആൻഡ് നമ്മൾ P' എന്ന് പറഞ്ഞ് കിട്ടിയത് ഫ്രണ്ട് വ്യൂ ആണ്. ഇത്രയാണ് അറിയേണ്ടത്. ഇനി ഇത് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോണേ. നമുക്ക് അതാണ് വേണ്ടത്. സോ ദിസ് ഈസ് 40 ആൻഡ് ദിസ് മച്ച് ഈസ് 20. ഓക്കെ, അപ്പൊ ഈ Pയും P' കിട്ടുക. ശരിക്കും നമ്മൾ ഇപ്പൊ വരച്ച ഈ പ്രൊജക്ഷൻ, അതായത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് റീജിയൻ, ഈ ടോപ്പിലുള്ള ദിസ് റീജിയൻ, ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന റീജിയൻ, ദിസ് ഈസ് ആക്ച്വലി ദ VP റീജിയൻ. കാരണം പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം VP അതുപോലെ തന്നെ വെക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു, VPയെ ഇതുപോലെ. ആൻഡ് HPയെ ഇപ്പം ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു ലെഫ്റ്റിൽ നിന്ന് നോക്കിയിട്ട്. അപ്പം ഈ HP താഴേക്കാണ് പോകുന്നത്. VP ആയിട്ട് മെർജ് ചെയ്ത് നിന്നാൽ ദ ലോവർ പോർഷൻ ഓഫ് XYക്ക് താഴെ കിട്ടുന്നത്. സോ XYക്ക് താഴെ കിട്ടുന്ന റീജിയൻ, സി ദിസ് റീജിയൻ, ഇപ്പോ ഇവിടെ കാണുന്ന ദിസ് റീജിയൻ ആക്ച്വലി വിൽ റെപ്രസെന്റ് അവർ HP. അപ്പൊ ഈ റീജിയൻ ആയിരിക്കും നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ എസെൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവേണ്ട എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഈ ഒരു മെത്തേഡ്, സോ ഓബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് ദെൻ വി ഡ്രോ ദ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ഇതിപ്പോ ഒരു പോയിന്റിന്റെ കാര്യം പറഞ്ഞെങ്കിലും പിന്നീട് നമ്മൾ അത് ലൈൻസിലോട്ടും പിന്നെ പ്ലെയിൻസിലോട്ടും ദെൻ സോളിഡ്സിലോട്ടും ഒക്കെ മാറ്റുമ്പോൾ, സോളിഡിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ വരയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു ലോജിക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓബ്ജക്റ്റ് വെച്ചിട്ട് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓബ്ജക്റ്റ് വെച്ചിട്ട് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. അതുപോലെ തേർഡ് ക്വാഡ്രന്റിൽ വെച്ചിട്ട് വരയ്ക്കേണ്ടി വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ വെച്ചിട്ട് വരയ്ക്കേണ്ടി വരും. അതിൽ തന്നെ അപ്പോൾ നമ്മൾ എടുത്തറിയേണ്ട ഒരു കാര്യം, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓബ്ജക്റ്റ് വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്നാണ്. തേർഡ് ക്വാഡ്രന്റിൽ ഓബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ ടോപ്പ് വ്യൂവും വരയ്ക്കുന്നു, HPയിൽ പ്രൊജക്ഷൻ കിട്ടും, ഇവിടെ VPയിലും പ്രൊജക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കും. അതുപോലെ ഫോർത്ത് ക്വാഡ്രന്റ് ഓബ്ജക്റ്റ് വെച്ചിട്ട് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ആ മെത്തേഡ് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പം അതിന്റെ ടോപ്പ് വ്യൂ എവിടെ വരും, ഫ്രണ്ട് വ്യൂ എവിടെ വരും, എവിടെയെന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു XY. ഈ XYയുടെ പൊസിഷൻ അനുസരിച്ച്, XY ഏതാ, ഇന്റർസെക്ഷൻ ഓഫ് HP ആൻഡ് VP. അപ്പോൾ നമുക്ക് ആകെ അറിയേണ്ട ഇത്രയേ ഉള്ളൂ, എബോവ് HP വരുമോ ബിലോ HP വരുമോ, ഏതാ ഫ്രണ്ട് വ്യൂ ഏതാ ടോപ്പ് വ്യൂ, ഏത് ഡിസ്റ്റൻസ് എടുത്താണ് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യേണ്ടത്, ഏത് ഡിസ്റ്റൻസ് എടുത്താണ് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അറിയേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏത് ഡിസ്റ്റൻസും HP ആയിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ്. VP ആയിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. P' കണ്ടോ, ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ P' ആ ഏത് ഡിസ്റ്റൻസാണ് ഉപയോഗിച്ചത്, 40 mm എബോവ് HP. അപ്പൊ HPയുടെ റെഫറൻസുമായിട്ട് തന്നിരിക്കുന്നത് എനി ഡിസ്റ്റൻസ് ഗിവൺ വിത്ത് റെഫറൻസ് ടു HP ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻ മാർക്കിംഗ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് എനി ഡിസ്റ്റൻസ് വിത്ത് ഗിവൺ റെഫറൻസ് ടു VP ആയിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഗിവൺ വിത്ത് റെഫറൻസ് ടു VP, സോ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ടു മാർക്ക് ദ ടോപ്പ് വ്യൂ. VP ആയിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനും, HP ആയിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനുമാണ് എന്നുള്ള ലോജിക്ക് മാത്രം ഒന്ന് അൾട്ടിമേറ്റ്ലി ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമുക്കിപ്പം ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ടോപ്പ് വ്യൂവും വരച്ചു കൊടുക്കണം, ഫ്രണ്ട് വ്യൂവും വരച്ചു കൊടുക്കണം. അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു XY. ഒരു XY വരച്ചിട്ട് അതിന് മേളിലാണോ താഴെയാണോ എന്നുള്ള ലോജിക്കൊക്കെ. അപ്പൊ ഇനി ഞാനിപ്പോൾ പറയുന്നത് ക്വാഡ്രന്റ് ഒക്കെ മനസ്സിലായി, നമുക്ക് കൂടുതൽ ഇത് തിയറി എക്സ്റ്റെൻഡ് ചെയ്തൊന്നും ഞാൻ പോകുന്നില്ല. സോ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആവുന്ന കാര്യങ്ങൾ, അതായത് എത്ര പോസിബിലിറ്റി ഉണ്ട് പോയിന്റ്സിന്, അതെവിടെയൊക്കെ വരാം. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റിലായിട്ട് വരാം പോയിന്റ്സ്. അതായത് ഒരു പോയിന്റ് P ലൈയിങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, എ പോയിന്റ് Q ലൈയിങ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്, ഓർ എ പോയിന്റ് R, പേര് പറയുന്നതേ ഉള്ളൂ, പോയിന്റ് ക്യാപിറ്റൽ R ലൈയിങ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്, ഓർ എ പോയിന്റ് S ക്യാപിറ്റൽ S ലൈയിങ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ 4 പോസിബിലിറ്റി ആയി. പിന്നെ പോയിന്റ് മേ ലൈ ഓൺ ദ ഇന്റർഫേസ് ഓൾസോ. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഏതാ, ഈ HPയിൽ തന്നെ പോയിന്റ് വരാം, ആ പ്ലെയിനിൽ തന്നെ കിടക്കുന്ന പോയിന്റ്, എ പോയിന്റ് വിച്ച് ലൈസ് ഓൺ HP.
അല്ലെങ്കിൽ എ പോയിന്റ് വിച്ച് ലൈസ് ഇൻ വി പി. അപ്പൊ എച്ച് പിയിലുള്ള പോയിന്റ് ആകാം, ദെൻ വി പിയിൽ ആ പ്ലെയിൻസിൽ തന്നെ കിടക്കുന്ന പോയിന്റ്സ് ആകാം. അങ്ങനെ വരുന്ന എത്ര പോസിബിലിറ്റി ഉണ്ടെന്നറിയോ? ഫ്രണ്ടിലേക്ക് ഈ എച്ച് പി റീജിയൻ മുമ്പിലേക്കുള്ളതാകാം, എച്ച് പി റീജിയൻ ബാക്കിലേക്കുള്ളതാകാം എന്നുള്ളത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുക. സോ ഐ വിൽ മാർക്ക് എ പോയിന്റ് ഓവർ ഹിയർ. നിങ്ങളുടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. സേ ഈ പോയിന്റ് എച്ച് പിയിൽ തന്നെയാണെന്ന് വിചാരിക്കാം. ദിസ് പോയിന്റ് ഈസ് നെയിംഡ് ആസ് ലെറ്റസ് എ, ഒരു കാര്യം ചെയ്യാം, എ എന്ന് മാർക്ക് ചെയ്തു. ദിസ് പോയിന്റ് ഈസ് എ. അപ്പൊ ഈ പോയിന്റിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ടോപ്പിൽ നിന്ന് നോക്കിയിട്ട് പ്രൊജക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഓൺ എച്ച് പി. എച്ച് പിയിലേക്ക് പ്രൊജക്ട് ചെയ്യേണ്ട. കാരണം എന്താ? പോയിന്റ് ഈസ് ഓൾറെഡി ലൈങ് ഓൺ എച്ച് പി. അപ്പൊ ആ പോയിന്റ് തന്നെയാണ്, ദിസ് പോയിന്റ് ഇറ്റ് സെൽഫ് ഈസ് യുവർ ടോപ്പ് വ്യൂ. ആ പോയിന്റ്, ആക്ച്വൽ പോയിന്റ് തന്നെ ടോപ്പ് വ്യൂ ആയിട്ട് വരും. ഇനി ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ എക്സ് വൈയിലേക്ക്, അതായത് വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അത് എക്സ് വൈ തന്നെ വരും. അതെന്താന്ന് വെച്ചാൽ താഴെ എച്ച് പിയിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് സീ ദിസ് യു വിൽ ഗെറ്റ് സംവെയർ ഹിയർ. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് ഏതാ? ഇപ്പൊ ഞാൻ സ്പോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് ദാറ്റ് ഈസ് യുവർ എ ഡാഷ്. കാരണം എന്താ? എന്ന് ഞാൻ മൗസ് വെച്ചൊന്ന് കാണിച്ചു തരാം. ദിസ് പോയിന്റ് ഈസ് എ. ദാറ്റ് പോയിന്റ് ഈസ് ഓൾറെഡി ഓൺ എച്ച് പി. അത് തന്നെയാണ് അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ. കാരണം ഫർദർ എച്ച് പിയിലോട്ട് പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അത് എച്ച് പിയിലെ പോയിന്റ് തന്നെയാണ്. ഇനി അതിനെ പ്രൊജക്ട് ചെയ്തു ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് പ്രൊജക്ട് ചെയ്തപ്പം വി പിയിലോട്ടാണ് പ്രൊജക്ട് ചെയ്തത്. അപ്പൊ നേരെ അത് ദാറ്റ് ഫോൾസ് ഓൺ ഓർ അത് ദാറ്റ് വിൽ ലൈ ഓൺ ദെൻ എക്സ് വൈ ലൈൻ. ആ ഇന്റർസെക്ഷനിൽ തന്നെ അത് വീഴും. അപ്പോൾ ഇന്റർസെക്ഷനിലേക്ക് തന്നെ വരും. സോ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്താൽ ഫ്രണ്ടിൽ നിന്ന് നോക്കി ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റിന് വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്താൽ സോ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കം ടു എക്സ് വൈ ലൈൻ. അത് എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതൊരു ലോജിക്കാ. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിലായിരിക്കും. ഇങ്ങനെയുള്ള ലോജിക്കാണ് നമുക്ക് അറിയേണ്ടത് മുമ്പോട്ട് പോകുമ്പോൾ. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ഓൾവേസ് വിൽ ലൈ ഓൺ എക്സ് വൈ ലൈൻ. ഈ ലോജിക്ക് അറിയേണ്ടത്. ഈ പ്രൊജക്ഷൻ, ഈ പ്ലെയിൻസ് എവിടെ കിടക്കുന്നെന്നോ മറ്റ് ലോജിക്കോ ഒന്നും വേണ്ട. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിലായിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ എന്ന് പറയുന്ന ഒരു ലോജിക്ക് ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ദ നെക്സ്റ്റ് വൺ ഇതാ നോക്കുക. ഇവിടെ ഇപ്പൊ ആക്ച്വൽ പോയിന്റ്, ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അത് ആക്ച്വൽ പോയിന്റും ടോപ്പ് വ്യൂവും സെയിം ആയിരിക്കും. ഫ്രണ്ട് വ്യൂ വിൽ ഫോളോ ഓൺ എക്സ് വൈ. അതുപോലെ തന്നെ തിരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതുപോലെ ഞാനിപ്പോ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. സീ ദിസ് സ്പോട്ടിങ് എ പോയിന്റ് ഈസ് ഇൻ വി പി. ആ പോയിന്റിന്റെ പേര് ബി എന്ന് കൊടുക്കാം. പോയിന്റ് ഈസ് ബി. ഓക്കെ, അതിന്റെ ബി എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐ എം പ്രൊജക്ടിങ് ഇറ്റ്. അത് വി പിയിലാണ്, ഓൾറെഡി വി പിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഞാനിപ്പോ പ്രൊജക്ട് ചെയ്യുന്ന ടോപ്പിൽ നിന്ന് നോക്കിയിട്ട് താഴേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. പ്രൊജക്ട് ചെയ്യുമ്പം എച്ച് പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം അത് എവിടെയാ? സി ദാറ്റ് വിൽ ഫോളോ ഓൺ, സി എക്സാക്ട്ലി ഇവിടെ തന്നെ വരും. ദാറ്റ് എക്സ് വൈ ലൈനിൽ തന്നെ വരും. അതേതാ? പക്ഷേ ടോപ്പിൽ നിന്ന് നോക്കി പ്രൊജക്ട് ചെയ്യുന്നതാ. ആൻഡ് ദാറ്റ് ഈസ് സ്മോൾ ബി. സ്മോൾ ബി എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് വ്യൂ. ക്യാപിറ്റൽ ബിയുടെ ടോപ്പ് വ്യൂ ആണ് സ്മോൾ ബി. അപ്പോൾ ഒരു പോയിന്റ് ബി, ക്യാപിറ്റൽ ബി എന്നുള്ളത് വി പിയിലാണെങ്കിൽ ഫർദർ ഈ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഓൺ വി പി. കാരണം വി പിയിലെ പ്രൊജക്ഷൻ ആണ് ഫ്രണ്ട് വ്യൂ. പോയിന്റ് വി പിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് അതിനെ ഫർദർ പ്രൊജക്ട് ചെയ്യേണ്ടത്? ആ പോയിന്റ് തന്നെയാണ് ഫ്രണ്ട് വ്യൂ. സോ പോയിന്റ് ബി ഇറ്റ് സെൽഫ് ഈസ് യുവർ ബി ഡാഷ്. സീ ദിസ് പോയിന്റ് ഇറ്റ് സെൽഫ് ഈസ് ബി ഡാഷ്. ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എവിടെയാ? ടോപ്പ് വ്യൂ വിൽ ഫോളോ ഓൺ എക്സ് വൈ. അപ്പോൾ ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എക്സ് വൈയിലായിരിക്കും. പക്ഷെ ഫ്രണ്ട് വ്യൂ ആണെങ്കിലോ ഫ്രണ്ട് വ്യൂവും ആക്ച്വൽ പോയിന്റും സെയിം ആയിരിക്കും. അതുപോലെ ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂവും ആക്ച്വൽ പോയിന്റും സെയിം ആണ്. ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ എ ഡാഷ്, ഇവിടെ എക്സ് വൈ ലൈൻ. അപ്പോൾ പ്ലെയിൻസിൽ ലൈ ചെയ്യുന്ന പോയിന്റ്സ് അങ്ങനെ ഇതുപോലെ. ഇത് ഞാൻ മുമ്പിലോട്ടുള്ള എക്സ്റ്റൻഷനും ടോപ്പിലോട്ടുള്ള എടുത്ത്, അതുപോലെ താഴേക്കും വരാം, ഇവിടെ ബാക്കിലേക്കും വരാം, ബിഹൈൻഡ് എന്നുള്ള ലോജിക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നത് കുറച്ച് ലോജിക്ക് നമ്മുടെ മൈൻഡിൽ ഇരിക്കേണ്ടത്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ആൻഡ് ദ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ബേസിക് ഫണ്ടാ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ട കാര്യം ഉള്ളത് ഇനി പറയുന്ന കുറച്ച് ലോജിക്കുകളാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും വരയ്ക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അതായത് നമുക്ക് വേണ്ടത് ഐഡിയാസ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറയാണ്. ഇൻ ഷോർട്ട് ഒരു അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ഇപ്പം ഞാനിപ്പോ പറയുന്ന there are 9 possibilities of point എന്നുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മെത്തേഡ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ എഴുതുന്നില്ല.
പക്ഷെ അത്യാവശ്യമുള്ള ഇത് പറയുന്നു എന്ന് മാത്രം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പം ഇമീഡിയറ്റ്ലി വാട്ട് ഷുഡ് സ്ട്രൈക്ക് യുവർ മൈൻഡ് ഈസ് ഓബ്ജക്റ്റ്. നമ്മൾ പറയാം ഏതിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണോ വരയ്ക്കേണ്ടത്, അതായത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആണോ വരയ്ക്കേണ്ടത്, ആ ഓബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കിട്ടുമ്പം എവിടെ വരും എന്നുള്ളതാണ് പറയേണ്ടത്. സോ ആ ലോജിക്ക് ഞാനിപ്പോൾ ഇവിടെ ഷോർട്ടായിട്ട് അതിനെ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നമ്മൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഐഡിയ ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. വിൽ ഡ്രോ XY ലൈൻ. സി ദിസ് ഇസ് XY. അതിന്റെ നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ എവിടെ വരും, ഫ്രണ്ട് വ്യൂ എവിടെ വരും എന്നുള്ള മാത്രം അറിഞ്ഞാൽ മതി. ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY. സി ദിസ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ആൻഡ് യുവർ ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY. അപ്പൊ ഇത് വരയ്ക്കുന്നത് ഞാൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എവിടെ റിലേറ്റീവ് പൊസിഷൻസ് പറയാൻ വേണ്ടി മാത്രം. സോ ഫ്രണ്ട് വ്യൂ എബവ് XY, ഫ്രണ്ട് വ്യൂ എന്നുള്ളത് എബവ് XY ആണ്. ആൻഡ് ടോപ്പ് വ്യൂ എന്നുള്ളത് ടോപ്പ് വ്യൂ ഈസ് ബിലോ XY. ഇത് മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് വരയ്ക്കാനും ഒക്കെ നമുക്കത് മാത്രമാണ് വേണ്ടത്. XY ആൻഡ് ടോപ്പ് വ്യൂ ഈസ് ബിലോ XY. ഓക്കെ, ഈ ഒരു ലോജിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഇങ്ങനെ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നുകൂടെ റിക്കളക്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ എബോ XY, ടോപ്പ് വ്യൂ ബിലോ XY. എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രൊജക്ഷൻ കിട്ടിയതിന് ശേഷം HP റൊട്ടേറ്റ് ചെയ്യുന്നു 90 ഡിഗ്രി ബൈ ലുക്കിംഗ് ഫ്രം ദ ലെഫ്റ്റ്, ടേൺ ത്രൂ 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. അപ്പൊ അങ്ങനെ വരുമ്പം ആ VP റീജിയൻ മേളിലും, VP റീജിയനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, VP റീജിയൻ ഇപ്പൊ മേളിലേക്ക് തന്നെ നിൽക്കും. ഫ്രണ്ട് വ്യൂ റീജിയൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴേക്ക് വരും, VP റീജിയൻ മേളിലേക്ക് വരും. അപ്പൊ ഫ്രണ്ട് വ്യൂ എബോ XY ആൻഡ് ടോപ്പ് വ്യൂ ബിലോ XY എന്നുള്ള ലോജിക്കാണ് നമ്മൾ അത് അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ മറ്റുള്ള പ്രൊജക്ഷൻസിൽ കിട്ടുന്ന കാര്യം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് മാത്രമാണ്. അതായത് നമ്മുടെ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഓർക്കേണ്ട കാര്യം ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി എബോ XY എന്ന് ഓർത്ത് വെച്ചേക്കുക. സോ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് കേൾക്കുമ്പം അറിയേണ്ട കാര്യം ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ആൻഡ് ബോത്ത് ഓർക്കാൻ എളുപ്പമുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഡ്രോയിങ് XY, ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ദേ മേ ഓവർലാപ്പ് ഓൾസോ. ഈ വലിയ ഓബ്ജക്റ്റിന്റെ ഒക്കെ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പം ഇങ്ങനെയുള്ള പൊസിഷൻസിൽ ഇരിക്കുമ്പോൾ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ബോത്ത് വിൽ ബി എബോ XY എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നതും, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ബോത്ത് വിൽ ബി ഇപ്പം രണ്ടും ഞാൻ എബോ XY ആയിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ദിസ് ഈസ് ഓൾ സിംബോളിക്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ രണ്ടും എന്താ എസെൻഷ്യൽ ഐഡിയ എന്ന് പറയുന്നത് ബോത്ത് എബവ് XY. ഇതറിയണം. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാലോ റീജിയൻ ബിഹൈൻഡ് VP ആൻഡ് എബവ് HP. ഓക്കെ, സോ ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ദേ ആർ എബവ് XY, സിറ്റുവേറ്റഡ് എബവ് XY. എപ്പോഴാ? ഇൻ ദ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ. അതുപോലെ പിന്നെ നമ്മൾ അറിയേണ്ടത് ഇൻ ഷോർട്ട് തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ, അത് ഇമ്പോർട്ടൻ്റ്. കാരണം ഇത് ശരിക്കും സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ ആധികാരികമായിട്ട് ഉപയോഗിക്കാറില്ല. അതെന്തുകൊണ്ടാ? ഇത് തന്നെയാണ്, ഈ റീസൺ തന്നെയാണ്. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്ത ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ഓബ്ജക്റ്റിൻ്റെത് എബവ് XY ആണ് വരയ്ക്കുന്നത്. അപ്പൊ അത് ഓവർലാപ്പ് ചെയ്യാം. ഇനി രണ്ട് വ്യൂവും കോംപ്ലിക്കേറ്റഡ് ഓബ്ജക്ട്സിന്റെ ഒക്കെ ഡ്രോയിങ് അങ്ങനെ വരച്ചാൽ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ മേക്ക് ദ റീഡിംഗ് ഡിഫിക്കൽട്ട്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാറില്ല എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് നൗ വാട്ട് വി റിക്വയർ ഈസ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് അത് ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റും തേർഡും ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റും തേർഡും, തേർഡ് ആംഗിൾ. അതിൽ തന്നെ നമ്മൾ പല സിസ്റ്റംസ് ഉണ്ട്. യൂറോപ്യൻ കൺട്രീസ് ഒക്കെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്യുന്നു. ബട്ട് ഇൻ ഇന്ത്യ നമ്മൾ പലപ്പോഴും ആദ്യം കുറച്ചു കാലം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്തു, പിന്നെ തേർഡ് ആംഗിൾ ചെയ്തു. ആൻഡ് നൗ ആഫ്റ്റർ 1991 നമ്മളുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് നമ്മൾ BIS സ്റ്റാൻഡേർഡ്സ് ആണ്. IS സ്പെസിഫിക്കേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ നോംസ് അനുസരിച്ച് ഇൻ ഇന്ത്യ ആഫ്റ്റർ 1991 നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ആണ്. അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരയ്ക്കുമ്പം ദ ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ദ റെഫറൻസ് ലൈൻ ആൻഡ് ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY ലൈൻ എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഫസ്റ്റ് ആംഗിളിൽ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. നമുക്കത് മതി വരയ്ക്കാനായിട്ടും. ആ ലോജിക്ക് പഠിക്കുന്നത് ഇത് തന്നെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ലെങ്തിയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് അറിയേണ്ടത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആംഗിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ ദ ടോപ്പ് വ്യൂ വിൽ ബി ഹിയർ. ടോപ്പ് വ്യൂ ഇവിടെ ആയിരിക്കും വരുന്നത്.
ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ യുവർ ഫ്രണ്ട് വ്യൂ വിൽ ബി ബിലോ XY. ടോപ്പ് വ്യൂ ഈസ് എബോവ് XY ആൻഡ് ഫ്രണ്ട് വ്യൂ, സോ ടോപ്പ് വ്യൂ എന്നുള്ളത് എബോവ് XY. ഫസ്റ്റ് ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ്. ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ടോപ്പ് വ്യൂ എബോവ് XY ആൻഡ് ഫ്രണ്ട് വ്യൂ ഈസ് ബിലോ XY. ഇതാണ് അൾട്ടിമേറ്റ്ലി അറിയേണ്ടത്. ഇത്രയും സമയം പറഞ്ഞത് ഈ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഇനി നമുക്ക് അവശേഷിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഇത് നമുക്ക് എന്തിനാ അത് ഓർമ്മിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ പോയിന്റ്സ് എവിടെ വേണമെങ്കിലും വരാം. ഇപ്പൊ ലൈൻസും ഏത് ക്വാഡ്രന്റിൽ വേണമെങ്കിലും വരാം. പിന്നെ സോളിഡ്സ് മുതൽ അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി, അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്. പ്രത്യേകിച്ച് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മാത്രം ഉപയോഗിച്ചാൽ മതി ആസ് പെർ നോംസ്. ഓക്കെ, സോ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഇതാണ് നമ്മളുടെ നമുക്ക് നാലാമത്തെ കേസ്. ഇത് ഉപയോഗിക്കാറില്ല, കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞതുപോലെ തന്നെയാണ് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷന്റെയും. സോ ഈവൻ ഇൻ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, വി വിൽ ഡ്രോ XY, ഇത് XY ലൈൻ, റെഫറൻസ് ലൈൻ, അതേതാണ് ഇന്റർസെക്ഷൻ ഓഫ് HP ആൻഡ് VP. ആൻഡ് യുവർ ടോപ്പ് വ്യൂ എവിടെ വരും? ടോപ്പ് വ്യൂവും താഴേക്കാണ്. ടോപ്പ് വ്യൂ ഇസ് ബിലോ XY. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ടോപ്പ് വ്യൂ ബിലോ XY, ഫ്രണ്ട് വ്യൂ ഈസ് ഓൾസോ ബിലോ XY ഇൻ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. സോ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്താൽ നമുക്ക് എന്താ പറയേണ്ടത്? ബോത്ത്, നമുക്ക് അറിയേണ്ടത് ബോത്ത് വിൽ ബി ബിലോ XY എന്ന് പറയണം. ഓക്കെ, ഈ ഒരു ഇത്രയും സമയത്ത് നമ്മളിപ്പോൾ എഴുതിയ ലാസ്റ്റ് 5 minutes പറഞ്ഞ കാര്യം അതാണ് മറക്കാൻ പാടില്ലാത്തത്. ആൻഡ് നമ്മൾ മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ സോ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, റിലേറ്റീവ് പൊസിഷൻസ്. ഓക്കെ, അപ്പൊ ഇത് വ്യക്തമായിട്ട് നല്ലൊരു ധാരണ ഉണ്ടാകണം. ഈ ടോപ്പ് വ്യൂ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ദിസ് ഐഡിയ ഹാസ് ടു സ്ട്രൈക്ക് യുവർ മൈൻഡ്. ഇതും അതുപോലെ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുന്നത് രണ്ടും ബോത്ത് വ്യൂസ് എബോവ് XY. ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മീൻസ് എന്താണ്? ഫ്രണ്ട് വ്യൂ ബിലോ XY ആൻഡ് ടോപ്പ് വ്യൂ ഈസ് എബോവ് XY. മാറിപ്പോകാത്ത രീതിയിൽ ഓർത്ത് വെച്ചേക്കണം. ആൻഡ് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ, സോ ബോത്ത് വിൽ ബി ബിലോ XY, ഓപ്പോസിറ്റ് ടു ദ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്നറിയണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും ആണ് യൂണിവേഴ്സലി ഡിഫറെന്റ് കൺട്രീസ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ആസ് പെർ ലേറ്റസ്റ്റ് BIS സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ. പക്ഷെ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് പറയുമ്പം പോയിന്റ്സ് ഏത് ക്വാഡ്രന്റ് വേണമെങ്കിലും വരാം. അപ്പൊ നമുക്ക് ഈ റിലേറ്റീവ് പൊസിഷൻ നമുക്ക് അറിഞ്ഞേ മതിയാകൂ. അപ്പൊ ഞാൻ ഇനി പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ XY ലൈൻ, ഒരു റെഫറൻസ് ലൈൻ ഞാനിപ്പോ മാർക്ക് ചെയ്യാണ്. ദ റെഫറൻസ് ലൈൻ ഈസ് എ XY ലൈൻ. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഈ പൊസിഷൻസ്, റിലേറ്റീവ് പൊസിഷൻസ് മറക്കാൻ പാടില്ല. ആൻഡ് യു ഹാവ് ടു യൂസ് ഇറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഓക്കെ, ഇതുപോലെ XY, മറ്റുള്ളതൊക്കെ മറന്നു കഴിഞ്ഞാലും നമ്മൾ അറിയേണ്ട കാര്യം, നമുക്ക് 4 വിധത്തിൽ റെഫറൻസ് ഡിസ്റ്റൻസ് തരും. ഇനിയുള്ളതാണ്, ഈ ലോജിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കേണ്ടത്. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണം. XYക്ക് മേളിലേക്ക് വരേണ്ട ഡിസ്റ്റൻസ് റെഫറൻസ് ഡിസ്റ്റൻസുകൾ ഏതൊക്കെ നമ്മൾ പറയാൻ പോവാണ്. എബോവ് HP എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, എ പോയിന്റ് ഈ സം ഡിസ്റ്റൻസ് എബോവ് HP എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എബോവ് HP എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡിസ്റ്റൻസ് മസ്റ്റ് ബി ടേക്കൺ എബോവ് XY. ഓക്കെ, എബോവ് HP എന്ന് തന്നിട്ടുണ്ടെങ്കിൽ XY വരച്ചിട്ട് ആ ഡിസ്റ്റൻസ് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടറിൽ മേളിലേക്ക് എടുക്കുക, എബോവ് HP. അതുപോലെ അപ്പൊ എബോവ് HP, ബിലോ HP, നോ കൺഫ്യൂഷൻ. ഇനി ബിലോ HP എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ബിലോ HP എന്നുള്ള ഒരു കേസാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതെങ്ങോട്ടാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന്. ബിലോ HP എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ വരച്ചിട്ട് ഏത് ഡയറക്ഷനിൽ എടുക്കണമെന്നാണ് ഞാൻ ഈ ആരോ ഹെഡ് വരച്ചത്. ആൻഡ് ആ ഡിസ്റ്റൻസ് ബിലോ HP എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡിസ്റ്റൻസ് ഷുഡ് ബി ടേക്കൺ ബിലോ XY. ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇനി മറ്റുള്ള കാര്യങ്ങൾ, നമുക്കിപ്പോ ബിഹൈൻഡ് VP എന്ന് പറഞ്ഞ ഒരു റെഫറൻസ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെന്ന് വെക്കുക. ബിഹൈൻഡ് VP, അപ്പൊ നമ്മൾ അത് എടുക്കേണ്ടത് ബിഹൈൻഡ് VP എന്നൊരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കേണ്ടത് XYക്ക് മേളിലേക്കാണ്. ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചിട്ട് അതിലൂടെ മേളിലേക്കാണ് എടുക്കേണ്ടത്. അപ്പൊ സം ഡിസ്റ്റൻസ് ബിഹൈൻഡ് VP എന്ന് കേട്ടാൽ ഇമ്മീഡിയറ്റ്ലി XYക്ക് മേളിലേക്ക് എടുക്കണം. ഓക്കെ, എബോവ് XY എടുക്കണം. ഇനി അതുപോലെ എപ്പോഴെങ്കിലും ഇൻ ഫ്രണ്ട് ഓഫ് VP
എന്ന് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഓക്കെ, മാർക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ചെയ്യേണ്ടത്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നൊരു റെഫറൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എക്സ് ഒയ്ക്ക് താഴേക്കാണ്. അപ്പൊ ഈ 4 വിധത്തിൽ ഡിസ്റ്റൻസ് തരുമ്പം അത് എക്സ് ഒയ്ക്ക് എങ്ങോട്ടാണ് എടുക്കേണ്ടത്, മേളിലേക്കാണോ താഴേക്കാണോ എടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. എബോവ് എച്ച് പി എന്ന് എവിടെ കേട്ടാലും യു ഷുഡ് ടേക്ക് ദാറ്റ് ഡിസ്റ്റൻസ് എബോവ് എക്സ് വൈ. ബിലോ എച്ച് പി എന്ന് കേട്ടാൽ ദാറ്റ് ഡിസ്റ്റൻസ് മസ്റ്റ് ബി മാർക്ക്ഡ് ബിലോ എക്സ് വൈ. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് കേട്ടാൽ ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എക്സ് വൈക്ക് താഴേക്കാണ്. ബിഹൈൻഡ് വി പി എന്ന് കേട്ടാൽ മാർക്ക് ചെയ്യേണ്ടത് എബോവ് എക്സ് വൈ ആണ്. ഇത് ആദ്യം മറക്കരുത്. ദിസ് ഇസ് ദ ലോജിക്. നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും സമ്മറൈസ് ചെയ്യുന്നത് ഈ ഒരു 10 മിനിറ്റ് നമ്മൾ പറയാൻ പോകുന്ന കണ്ടന്റിലൂടെയാണ്. അപ്പോൾ ഡിസ്റ്റൻസുകൾ എങ്ങോട്ട് എടുക്കണമെന്ന്. ഇനി എച്ച് പിക്ക് റെഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. എച്ച് പിയുടെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് എന്ത് മാർക്ക് ചെയ്യാനാണ്? ഫ്രണ്ട് വ്യൂ. അപ്പൊ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ ഡിസ്റ്റൻസ് ഉപയോഗപ്പെടുത്തേണ്ടത്. എച്ച് പിക്ക് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ്. ഓക്കെ, എച്ച് പിക്ക് റെഫറൻസ് അത് മേളിലായാലും താഴെ ആയാലും, എബോ എച്ച് പി എന്ന് പറഞ്ഞാലും ബിലോ എച്ച് പി എന്ന് പറഞ്ഞാലും, ബിലോ എച്ച് പി എന്ന് പറഞ്ഞു തന്നാൽ ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടത് ഒരേ സമയം ഫ്രണ്ട് വ്യൂ മേളിലും താഴെയും വരുമെന്നല്ല. ഇത് 2 ഡിഫറെന്റ് കേസുകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എച്ച് പിയുടെ റെഫറൻസ് എപ്പോൾ പറഞ്ഞാലും ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി വി പിയുടെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത് ബിഹൈൻഡ് വി പി എന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് വൈക്ക് മേളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ദിസ് വൺ. അത് ആ ഡിസ്റ്റൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തി മാർക്ക് ചെയ്യുന്നത് ഏതായിരിക്കും? ടോപ്പ് വ്യൂ ആയിരിക്കും. ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. അതുപോലെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസ് ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ 30 mm ബിലോ എക്സ് വൈ എടുക്കും. അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടോപ്പ് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂ ആണോ എന്നുള്ളത് ദാറ്റ് ഈസ് ആൻസേർഡ് ബൈ ദിസ് വൺ. വി പി ആയിട്ടുള്ള റെഫറൻസാ. അപ്പം ഡെഫിനറ്റ്ലി ആ പോയിന്റ് അത് റെഫർ ചെയ്യുന്നത് ടോപ്പ് വ്യൂവിനെ തന്നെയാണ്, ഫ്രണ്ട് വ്യൂവിനെ അല്ല, ടോപ്പ് വ്യൂവിനെയാണ്. ഈ ലോജിക്ക് ഇപ്പൊ ഈ എഴുതിയ ഇത്രയും കണ്ടന്റ് ഈ പറഞ്ഞത് ദാറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മറ്റെല്ലാം മറന്നു പോയാലും നമുക്ക് അത്യാവശ്യമായിട്ട് മനസ്സിൽ കരുതേണ്ടത് നമുക്ക് 40 mm എബോ എച്ച് പി, 70 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നൊക്കെ ഇങ്ങനെ ഇനി അങ്ങോട്ട് തരും. അപ്പൊ നമുക്ക് അത് ഇമ്മീഡിയറ്റ്ലി അത് തെറ്റ് കൂടാതെ അസസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒന്ന് ഈ വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്തൊക്കെ എടുക്കാം, ഈ പ്ലെയിൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഞാനിപ്പോ പറയുന്നത് യു ക്യാൻ ഈവൻ ബ്ലൈൻഡ്ലി ജമ്പ് ഇൻ ടു ദ കൺക്ലൂഷൻ. പെട്ടെന്ന് തന്നെ നമുക്കത് ഇങ്ങനെ വരും, എബോ എക്സ് വൈ ആണ് എടുക്കേണ്ടത്, ബിലോ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നുകിൽ എബോ അല്ലെങ്കിൽ ബിലോ. പക്ഷെ ഇത് 4 റെഫറൻസ് ഉണ്ട്. ആ 4 റെഫറൻസിൽ വി പി പറഞ്ഞാൽ അത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണ്. എച്ച് പി എന്നുള്ള റെഫറൻസ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂ ഓഫ് ദി ഓബ്ജക്റ്റ് മാർക്ക് ചെയ്യാനാണ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താവാം? അതൊരു പോയിന്റ് ആകാം, ഒരു ലൈൻ ആകാം, പ്ലെയിൻ ആകാം, സോളിഡ് ആകാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യം പോയിന്റുകളെ കുറിച്ചാണ് പറയണേ. അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസ് ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവണം അത് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണെന്നും ആ ഡിസ്റ്റൻസ് ഞാൻ എടുക്കേണ്ടത് എക്സ് വൈക്ക് താഴേക്കാണെന്നും മനസ്സിലാക്കണം. ഇനി ഒരു ഡിസ്റ്റൻസ് 70 mm ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ വി പിയുടെ റെഫറൻസ് ആയതുകൊണ്ട് ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാനാണെന്നും അത് ആ 70 എടുക്കേണ്ടത് ബിഹൈൻഡ് വി പി എന്നായതുകൊണ്ട് എക്സ് വൈക്ക് മേളിലേക്കാണെന്നും മനസ്സിലാക്കണം. ദാറ്റ് ഈസ് എ ലോജിക്. അതാ ഇപ്പൊ പറഞ്ഞത്. ഇനി വരുന്നത് പോയിന്റ്സ് ഒരു പ്ലെയിനിലാണെങ്കിൽ, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞാണ്, പക്ഷെ ഞാൻ അത് ഇൻ ബ്രീഫ് ഇവിടെ ഒന്ന് എഴുതി വെക്കുന്നു. ഇഫ് എ പോയിന്റ് ലൈസ് ഓൺ എച്ച് പി, ഇറ്റ്സ് ടോപ്പ് വ്യൂ. എവിടെയാ വരും? ടോപ്പ് വ്യൂവും ആക്ച്വൽ പോയിന്റ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഞാൻ അത് ഒഴിവാക്കുന്നു. അതിപ്പോ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രൊജക്ഷൻ എക്സ് വൈയിലാകും. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഒരു പ്രൊജക്ഷൻ, വൺ ഓഫ് ദ പ്രൊജക്ഷൻസ് മസ്റ്റ് ബി ഓൺ എക്സ് വൈ ലൈൻ. അത് ഏതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എലിവേഷൻ. ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ be on xy. Okay, this is the logic. Don't forget, if a point is in VP, then it's important, its top view will be on xy. അപ്പോൾ വളരെ ബ്ലൈൻഡ് ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ഇഫ് വി നോ ദിസ്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇത്
ഒരു കേസ് ഇതാണ്. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളുടെ മൈൻഡിൽ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും വേണ്ടതാണ്, വിതൗട്ട് എനി കൺഫ്യൂഷൻ ആൻഡ് മിസ്റ്റേക്ക്. നമ്മളത് മാർക്ക് ചെയ്യുന്നതും അങ്ങനെ തന്നെ വേണം. അതായത് ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് സേ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിലായിരിക്കും എന്ന്. അതിന്റെ ആ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിലായിരിക്കും. അതുപോലെ ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈയിലാണെന്ന്. ഇപ്പൊ ഒരു കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ ഒരു പോയിന്റ് എ, ക്യാപിറ്റൽ എ, പോയിന്റ് എ ലൈസ് ഓൺ എച്ച് പി, എ പോയിന്റ് എ ലൈസ് ഓൺ എച്ച് പി, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ഉടനെ പറയണം എ ഡാഷ് ഈസ് ഓൺ എക്സ് വൈ എന്ന്. എ ഡാഷ് അതിന്റെ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഒരു പോയിന്റ് ബി എന്നുള്ളത് വി പിയിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ എന്തായിരിക്കണം? അതിന്റെ ടോപ്പ് വ്യൂ ഏതാണ്? പ്ലാൻ പോയിന്റ് സ്മോൾ ബി. അതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് എന്താ? ടോപ്പ് വ്യൂ സ്മോൾ ബി വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. അപ്പോൾ ഒരു എച്ച് പിയിലും വി പിയിലും ലൈ ചെയ്യുന്ന പോയിന്റുകളിൽ വൺ ഓഫ് ദ പ്രൊജക്ഷൻസ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ അത് എക്സ് വൈയിലായിരിക്കും. ഏത് എക്സ് വൈയിലായിരിക്കും? ഏത് ടോപ്പ് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂ ആണോ എക്സ് വൈയിലാകുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിൽ വരും, പോയിന്റ് വി പിയിലാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈയിൽ വരും എന്നറിയണം. ഓക്കെ, ദിസ് ഇസ് എ ലോജിക്. ഓക്കെ, ഇത്രയും അറിയാമെങ്കിൽ ഐ തിങ്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലെ എല്ലാ കാര്യവും നമുക്ക് മാനേജ് ചെയ്യാം. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ പോയിന്റ് സി. ഇപ്പൊ പോയിന്റ് സി ആണെന്ന് എന്തൊക്കെയാ തന്നിരിക്കുന്ന? പോയിന്റ് സി 40 mm ബിഹൈൻഡ് വി പി ആൻഡ് 25 mm ബിലോ എച്ച് പി. ഇത് കണ്ടാൽ മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മൾ എന്താ ചെയ്യുന്നത്? വി വിൽ ഡ്രോ എക്സ് വൈ ഫസ്റ്റ്. സി ദി ഐഡിയ ഈസ് ദിസ്, ലൈക്ക് ദിസ്. വിൽ ഡ്രോ എക്സ് വൈ. സി ദിസ് എക്സ് വൈ വരയ്ക്കുന്നു. ആൻഡ് ദെൻ ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ അങ്ങ് വരയ്ക്കുക. സോ ഡ്രോ എ വെർട്ടിക്കൽ പ്രൊജക്ടർ. ഓക്കെ, ലൈറ്റ് ലൈൻ അഗെയിൻ. ഇതൊന്നും ഡാർക്ക് ആക്കേണ്ടതല്ല. ഇവിടെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നത്തിങ് ഈസ് ഡാർക്ക് ആക്ച്വലി. പോയിന്റ് സ്പോട്ട് ചെയ്ത് നെയിം ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാനൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു. ഇനി ഏത് ഡിസ്റ്റൻസ് എങ്ങോട്ട് എടുക്കണം എന്ന് ഈ ലോജിക്ക് വെച്ചൊന്ന് പറഞ്ഞ്. 40 mm, ഇതാണ് നമ്മുടെ ലോജിക്ക്. 40 mm ബിഹൈൻഡ് വി പി. 40 mm ബിഹൈൻഡ് വി പി എങ്ങോട്ടാണ് എടുക്കേണ്ടത്? എബോ എക്സ് വൈ. എക്സ് വൈക്ക് മേളിലേക്ക് എടുക്കേണ്ടത്. അത് ഏത് പോയിന്റ് ആയിരിക്കും? വി പിയുടെ റെഫറൻസ് ആയതുകൊണ്ട് ടോപ്പ് വ്യൂ ആയിരിക്കും എന്നുള്ളത്. ഇനി അടുത്ത നോക്കിയേ, ഒന്ന് ടോപ്പ് വ്യൂ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റേ അടുത്ത റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും. എങ്കിൽ സ്റ്റിൽ വി വിൽ വെരിഫൈ. എങ്ങനെ? 25 mm ബിലോ എച്ച് പി. സി ദിസ് ബിലോ എച്ച് പി എങ്ങോട്ടാണ് എടുക്കേണ്ടത്? എക്സ് വൈക്ക് താഴേക്ക് എടുക്കേണ്ടത്. ഇനി എച്ച് പിക്ക് റെഫറൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, സി ദിസ് ബ്ലൈൻഡ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആയി മാറിക്കഴിഞ്ഞു. ഇത് നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്? 40 mm ബിഹൈൻഡ് വി പി. അപ്പൊ ആ 40 എടുക്കേണ്ടത് എക്സ് വൈക്ക് മേളിലേക്കാണ്. സി ദിസ് ഡിസ്റ്റൻസ്. ഞാനിപ്പോൾ 40 എടുത്തൊരു പോയിന്റ് ഇവിടെ സ്പോട്ട് ചെയ്തു. സി ദിസ് ഇസ് ഇറ്റ്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് എൻസർക്കിൾ ചെയ്യുന്നത്. നമ്മൾ അത് എൻസർക്കിൾ ചെയ്യേണ്ട കാര്യമില്ല, സ്പോട്ട് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ഏതാണ്? റെഫറൻസ് വി പിയുടെ റെഫറൻസ് ആണ്. വി പിയുടെ റെഫറൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. വി പിയുടെ റെഫറൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. ഇവിടെ ഇപ്പൊ പറഞ്ഞു ബിഹൈൻഡ് വി പി ടോപ്പ് വ്യൂ. ഓക്കെ, ദെൻ ബിഹൈൻഡ് വി പി എങ്ങോട്ടാ ഡിസ്റ്റൻസ് എടുത്തത്? ബിഹൈൻഡ് വി പി ആയതുകൊണ്ടാണ് നമ്മൾ മേളിലേക്ക് എടുത്തത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഞാനിവിടെ ഡയമെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. സോ ഡയമെൻഷൻ ലൈക്ക് ദിസ്, ആരോ ഹെഡ് ഒക്കെ വരച്ച് ഡയമെൻഷൻ ചെയ്യുന്നു. വി നോ ദ ഡ്രോയിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ വെർട്ടിക്കൽ ഡയമെൻഷൻ ലൈൻ ആണെങ്കിൽ ലൈനിന്റെ ലെഫ്റ്റിലാണ് ഡയമെൻഷൻ എഴുതുന്നത്. ദിസ് ഡയമെൻഷൻ ഈസ് 40. ഓക്കെ, സോ സി ഡാഷ്. ഇനിയിപ്പോൾ അവിടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒന്നും നമ്മൾ എഴുതി വെക്കാറില്ല. സി സ്മോൾ സി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് റെപ്രസെന്റിങ് ടോപ്പ് വ്യൂ. സോ ഇതിപ്പോൾ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുന്ന മറ്റേ ഇതിന്റെ സെക്കൻഡ് റെഫറൻസ് ഡിസ്റ്റൻസ് 25 mm ബിലോ എച്ച് പി. ബിലോ എച്ച് പി ഒബ്വിയസ്ലി എന്താണ്? ബിലോ എക്സ് വൈ തന്നെയാണ് എടുക്കുന്നത്. അത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ബിലോ എച്ച് പി. സോ ദാറ്റ് ഡിസ്റ്റൻസ് ഷുഡ് ബി ടേക്കൺ ബിലോ എക്സ് വൈ. ആൻഡ് എച്ച് പി റെഫർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ഫ്രണ്ട് വ്യൂ ആണ്. എച്ച് പി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇത് ഏതായിരിക്കും? ദിസ് ഈസ് 25. ഇത് ഏതിലേക്കുള്ളതാണ്? ഫ്രണ്ട് വ്യൂയിലേക്കുള്ളത്. എങ്ങനെ മനസ്സിലായി? ബിലോ എച്ച് പി. എച്ച് പിയുടെ റെഫറൻസാ. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഷുഡ് ബി യൂട്ടിലൈസ് ടു മാർക്ക് ദ ഫ്രണ്ട് വ്യൂ. സോ എ ഡാഷ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ ഇതിവിടെ ടോപ്പ് വ്യൂവും കിട്ടി. ദിസ് ഈസ് ടോപ്പ് വ്യൂ സ്മോൾ സി ആൻഡ് സ്മോൾ എ ഡാഷ് എന്നുള്ളത് ദാറ്റ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഇത് ശരിക്കും അൺനോയിങ്ലി ഏത് ക്വാഡ്രന്റിലാണ് ഈ പോയിന്റ് ലൈ ചെയ്യുന്നതെന്ന് നമ്മളിപ്പം ശ്രദ്ധിച്ചു പോലും ഇല്ല. പക്ഷെ ആക്ച്വലി ദ പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. എന്താ ഇത്? പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. കാരണം ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി എന്ന് പറയുന്ന റീജിയൻ തേർഡ് ക്വാഡ്രന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് ക്വാഡ്രന്റിലെ പ്രൊജക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ടോപ്പ് വ്യൂ എബോ എക്സ് വൈ, ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ. സി ദിസ് ഓട്ടോമാറ്റിക്കലി യു ഗെറ്റ്. ഇപ്പൊ ഇത് ഏത് ക്വാഡ്രന്റിലാണ് പോയിന്റ് ലൈ ചെയ്യുന്നതെന്ന് പോലും അറിയാതെ ഞാൻ ഇതിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് എ ലോജിക്. ഈ ഒരു കാര്യം എന്ന് അറിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ കേസുകളെല്ലാം
നിങ്ങൾ അറിയേണ്ട കാര്യം, ദിസ് ഈസ് 1 മനസ്സിലിരിക്കേണ്ടത്. whenever you draw ഇതറിയണം. then അതുപോലെ ഈ ഒരു പാർട്ട്, സെക്കൻഡ് പോയിന്റ്, draw the projections of a point Q which lies on HP. അത് HP ലാണ് ലൈ ചെയ്യുന്നത്. lies on HP and 30 mm in front of VP. 30 mm in front of VP. So ഇതാ ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്? സോ വിൽ ഡ്രോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ഡ്രോ എ ലൈൻ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. സോ വിൽ ഡ്രോ എ ലൈൻ, XY വരച്ചു. ദെൻ XY മാർക്ക് ചെയ്യുകയും വേണം, ഞാൻ ഈ ചെയ്ത പോലെ. XY വരയ്ക്കുന്നു എന്ന് മാത്രമല്ല, വി ഷുഡ് നെയിം ഇറ്റ് XY, റൈറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് അടുത്ത ഐഡിയ എന്താ? ഡ്രോ എ വെർട്ടിക്കൽ പ്രൊജക്ടർ. ഇതിപ്പം നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ഒക്കെ ആകുമ്പോൾ ഒരു എൻഡ് എന്നൊക്കെ തുടങ്ങും. ഇപ്പൊ ഞാനിപ്പോൾ ഒരു പോയിന്റ് മാത്രം പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ട് സി ഐ എം ഡ്രോയിങ് എ വെർട്ടിക്കൽ പ്രൊജക്ടർ സംവെയർ ഇൻ ദ മിഡിൽ. സോ ദർ ഇസ് നോ ഇഷ്യൂ, ബിക്കോസ് വേറൊരു പോയിന്റ് അതിൽ മാർക്ക് ചെയ്യാനില്ല ആ പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, സോ എന്തായിരിക്കും നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്ന? 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. നമുക്ക് അറിയേണ്ട ലോജിക് നോക്കിയാൽ, ഒരു പോയിന്റ് ലൈസ് ഓൺ HP. സി എ പോയിന്റ് ലൈസ് ഓൺ HP. ഇഫ് എ പോയിന്റ് ലൈസ് ഓൺ HP, എന്താ ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ? അതിന്റെ ഫ്രണ്ട് വ്യൂ that will be on XY. front view will be on XY. ഇവിടെ ഇത് ഏതാ പോയിന്റ്? Q എന്നുള്ളതാ. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ XY-യിലായിരിക്കും. ഒരു പോയിന്റ് HP-യിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ, ഈ XY-യിലെ ആ പോയിന്റ് തന്നെ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? ഇപ്പൊ ഞാൻ സ്പോട്ട് ചെയ്ത ആ പോയിന്റ് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രണ്ട് വ്യൂവിനെയാണ്. ക്യാപിറ്റൽ Q ആണ് പോയിന്റ്. സോ സ്മോൾ Q വിത്ത് എ ഡാഷ് ഇട്ടാൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ്, ഇതാണ് ഇപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ സ്മോൾ Q ഡാഷ്, XY-യിൽ മാർക്ക് ചെയ്ത സ്മോൾ Q ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഈസ് ആക്ച്വലി റെപ്രസെന്റിങ് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എന്നൊന്നും എഴുതി വെക്കേണ്ട, സ്മോൾ Q ഡാഷ് എന്ന് കാണിക്കുമ്പോഴേ യൂണിവേഴ്സലി മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും അത് ഫ്രണ്ട് വ്യൂ ആണെന്ന്. അതായത് ഗ്രാഫിക് സ്റ്റാൻഡേർഡ്സ് അറിയാവുന്ന ആർക്ക് മനസ്സിലാവും അത്. സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്. സ്മോൾ Q ലോവർ കേസ് ലെറ്റർ വിത്ത് എ ഡാഷ് ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പ്, അതെന്താ റെപ്രസെന്റ് ചെയ്യുന്ന? ഫ്രണ്ട് വ്യൂവിനെയാണ്. ഫ്രണ്ട് വ്യൂ ഓഫ് ദ പോയിന്റ് ക്യാപിറ്റൽ Q, ദാറ്റ് ഇസ് സ്മോൾ Q ഡാഷ്. ഇനി അടുത്തെന്താ? ഇതുപോലെ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് തന്നിട്ടുണ്ടേ. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, അതവിടെ മാർക്ക് ചെയ്യും. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. സി ഇവിടെ തന്നിട്ടുള്ള ഐഡിയ നോക്കിയേ. ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ എടുക്കേണ്ടത്? ബിലോ XY. അത് VP-യുടെ റെഫറൻസ് ആയതുകൊണ്ട് അത് റെപ്രസെന്റ് ചെയ്യുന്നത് ടോപ്പ് വ്യൂവിനെയാണ്. അപ്പൊ അതുകൊണ്ട് 30 mm താഴേക്ക് ഞാൻ എടുത്തു. സി ദിസ് ഇസ് ദ പോയിന്റ്. 30 mm താഴേക്ക് എടുത്തു. ആൻഡ് ദ ഡിസ്റ്റൻസ്, ഞാനിവിടെ ആ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ദിസ് ഡിസ്റ്റൻസ് ഈസ് 30 mm താഴേക്ക്. ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ബിലോ XY ആണ് എടുക്കേണ്ടത്. നമ്മൾ ലോജിക്ക് പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ആൻഡ് ദെൻ ഇനി ഈ പോയിന്റ് നാച്ചുറലി ഒന്ന് ഫ്രണ്ട് വ്യൂ ആയി കഴിഞ്ഞാൽ അടുത്തത് ടോപ്പ് വ്യൂ ആയേ മതിയാവും. ബട്ട് ഈവൻ ദെൻ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP-യുടെ റെഫറൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് റെപ്രസെന്റിങ് ടോപ്പ് വ്യൂ ഓഫ് ആക്ച്വൽ പോയിന്റ് Q. എന്താണത്? സ്മോൾ Q. സോ ഇത് എന്ത് തന്നെയാണ്? ടോപ്പ് വ്യൂ തന്നെ. ടോപ്പ് വ്യൂ എന്ന് എഴുതിയില്ലെങ്കിലും സ്മോൾ Q റെപ്രസെന്റ്സ് ദ ടോപ്പ് വ്യൂ ഓർ പ്ലാൻ പോയിന്റ് ആണ്. അത് നമ്മൾ പഠിച്ച ലോജിക്ക് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇവിടെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചത് അപ്ലൈ ചെയ്തു. HP-യിലാണ് പോയിന്റ്. സോ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ XY-യിൽ വരും. സ്മോൾ Q ഡാഷ്, അപ്പം ഫ്രണ്ട് വ്യൂ XY-യിൽ വന്നു. ക്യാപിറ്റൽ Q എന്ന് പറയുന്ന പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ സ്മോൾ Q ഡാഷ്, ടോപ്പ് വ്യൂ സ്മോൾ Q, ഫ്രണ്ട് വ്യൂ XY-യിൽ വന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പോയിന്റ് ലൈസ് ഓൺ HP. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ 30 mm XY-ക്ക് താഴേക്കാണ് ആ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. VP-യുടെ റെഫറൻസ് ആണെങ്കിൽ അത് ടോപ്പ് വ്യൂവിനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. സോ വി മാർക്ക്ഡ് ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് എല്ലാ കേസും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ 9 കേസസ് നമുക്ക് പറയാൻ പറ്റും. അതായത് 4 ക്വാഡ്രൻസിലും പിന്നെ 4 ഡിഫറെന്റ് പോയിന്റ്സ് ഓൺ ദ പ്ലെയിൻ എക്സ്റ്റൻഷൻസ്. HP-യിലോ VP-യിലോ ലൈ ചെയ്യുന്ന അപ്പർ പോർഷൻ. HP ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകുന്ന പോർഷൻ അല്ലെങ്കിൽ ബാക്കിലേക്ക് വരുന്ന പോർഷൻ. VP ആണെങ്കിൽ എബോവ് അപ്പർ പോർഷൻ, ലോവർ പോർഷൻ. അപ്പൊ ഈ 2 കേസിലും നമുക്ക് ഇതിൽ അങ്ങനെ വെച്ച് പറഞ്ഞുകൊണ്ട് 9 പോയിന്റിന്റെ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ 8 പോയിന്റ്സിന്റെ പോസിബിലിറ്റി ഉണ്ട്. 4 ക്വാഡ്രൻസിലായിട്ടും 4 ഈ പ്ലെയിൻ എക്സ്റ്റൻഷൻസിൽ, HP-യിലെയും VP-യിലെയും പോർഷൻസിൽ. പിന്നെ ഉള്ളത് ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്, ദർ ഈസ് എ സ്പെഷ്യൽ കേസ്, 9th കേസ് നമുക്ക് പറയാം. ഓക്കെ, സോ ഒരു സ്പെഷ്യൽ കേസ്, എ പോയിന്റ്, ഇതുപോലൊരു കേസ്. എ പോയിന്റ് സേ ഒരു പേര് കൊടുക്കാം, പോയിന്റ് K. പോയിന്റിന്റെ പേര് K എന്നാണ്. K വിച്ച് ലൈസ് ഓൺ ബോത്ത് HP ആൻഡ് VP. നോക്കിയേ, ഇങ്ങനെ ഒരു കമന്റ് എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് HP-യിലും ആണ് VP-യിലും ആണെന്ന്.
നമുക്ക് എച്ച് പിയും വി പിയും അറിയാം, പക്ഷെ ഒരേ സമയം ഒരു പോയിന്റ് എങ്ങനെയാണ് എച്ച് പിയിലും വി പിയിലും ലൈ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. അതെങ്ങനെയാ വരുന്നതെന്ന് സി ദാറ്റ് ഈസ് പോസിബിൾ വെൻ ദ പോയിന്റ് ഈസ് ഓൺ ദ ഇന്റർസെക്ഷൻ. സി എച്ച് ഒരു പോയിന്റ് കോമൺലി എച്ച് പിയിലും വി പിയിലും ആണെന്ന് പറഞ്ഞാൽ അത് ഇന്റർസെക്ഷനിൽ വരുമ്പോഴാണ്. അപ്പൊ ഞാൻ അതിപ്പോ ഇവിടുന്ന് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ സേ സംതിങ് ലൈക്ക് ദിസ്. ഇപ്പോ ഇതുപോലെ വരുന്നത്, ഇപ്പൊ ഒരു പോയിന്റ് ഞാൻ ഒരു ക്വാഡ്രന്റ് മാത്രം അങ്ങ് വരയ്ക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. ഇതുപോലെ ഒരു കേസ് ആണെന്ന് വിചാരിക്കുക. സോ യു ഹാവ് ദിസ് ഈസ് വി പി, ഇത് വി പി ആണ്, ആൻഡ് എച്ച് പി പോർഷൻ മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് ആക്ച്വലി. നൗ ദിസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, റീജിയൻ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് എബവ് എച്ച് പി. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പൊ പോയിന്റ് ഞാൻ സ്പോട്ട് ചെയ്യുന്ന എവിടെയെന്നറിയോ? ദിസ് ഈസ് ദ പോയിന്റ്. ഇങ്ങനെ എക്സ് വൈയിൽ തന്നെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സി ദിസ് ഈസ് ആക്ച്വലി പോയിന്റ് കെ. അപ്പോൾ ഇതിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ എവിടെ വരും എന്ന് ചോദിച്ചാൽ വി ഹാവ് റെഡിമെയ്ഡ് ആൻസർ. അതായത് സ്മോൾ കെയും കെ ഡാഷും ആ പോയിന്റ് തന്നെയാണ്. കാരണം അതാണ് പോസിബിൾ. കാരണം പോയിന്റ് ഓൾറെഡി എക്സ് വൈയിലാണ്. അതിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ എവിടെ വരും എന്ന് നമ്മളോട് ചോദിച്ചാൽ വി ഹാവ് ദി ആൻസർ. എങ്ങനെയത്? ആ എക്സ് വൈയിൽ ഒരേ പോയിന്റ് തന്നെയാണ്. ആക്ച്വൽ പോയിന്റും ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും സെയിം ആണ് ഈ കേസിൽ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കാൻ നമ്മളോട് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ഒരു റെഫറൻസ് ഡിസ്റ്റൻസും എടുക്കാനില്ല. എക്സ് വൈ വരയ്ക്കുന്നു, ഒരു പോയിന്റ് എക്സ് ഇതിൽ തന്നെ സ്പോട്ട് ചെയ്തു. ഒരു പോയിന്റ് എവിടെ സ്പോട്ട് ചെയ്തു? എക്സ് വൈയിൽ തന്നെ സ്പോട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് പോയിന്റ് എന്തൊക്കെയാണ്? അത് കെ ഡാഷും ആണ്. കെ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ സ്മോൾ കെയും ആണ്. ഈവൻ ആക്ച്വൽ പോയിന്റ് ഇല്ലേ, ആക്ച്വൽ ഒറിജിനൽ കെ, അതും അത് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. സോ ദ ആക്ച്വൽ പോയിന്റ് കെയും ദെൻ അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ എല്ലാം ഒറ്റ പോയിന്റാണ്. അപ്പൊ ഇതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലെ ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാനിത് ഈ സമയം സ്പെൻഡ് ചെയ്തത് ഇതിനു വേണ്ടി മാത്രമാണ്, ഈ ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സി ദിസ് കേസ് ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞതിന്റെ സമ്മറി മുഴുവൻ ഇതിലുണ്ട്. പക്ഷെ ഇതിനി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കും ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു 45 ഒരു പോയിന്റ് സ്പോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എ പോയിന്റ് ബി ദാറ്റ് ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എടുക്കേണ്ടത് ബിലോ എക്സ് വൈ എന്ന് എനിക്കറിയാം. ഞാനത് അൺനോയിങ്ലി നമ്മൾ മുകളിലോട്ട് അങ്ങ് എടുത്തു എന്ന് വിചാരിക്കുക എക്സ് വൈക്ക്. ദെൻ അവിടെ വെച്ച് നമുക്ക് ഈ പ്രോബ്ലം നഷ്ടപ്പെടും. അതായത് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും. അപ്പം ഒരു റെഫറൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ബേസിക് ഫണ്ട വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായേ പറ്റൂ. ഇപ്പൊ ഒരു പോയിന്റ് എച്ച് പിയിലാണ്, അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിൽ അല്ലാതെ വേറെ ഒരിടത്തും വരാൻ ചാൻസ് ഇല്ല, എക്സ് വൈയിൽ തന്നെ വരണം. ഒരു പോയിന്റ് വി പിയിലാണ്, അതിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈയിൽ വന്നേ മതിയാകൂ. ഒരു പോയിന്റ് സം ഡിസ്റ്റൻസ് എബവ് എച്ച് പി ആൻഡ് സം ഡിസ്റ്റൻസ് ബിലോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ എബോ എച്ച് പിയും ബിലോ എച്ച് പി ഒരേ സമയത്ത് വരില്ല. എച്ച് പിയുടെ റെഫറൻസ് ഒന്ന്, വി പിയുടെ റെഫറൻസ് ഒന്ന്, അങ്ങനെയാണ് ഒരു പോയിന്റിന്റെ പറയുന്നത്. എ പോയിന്റ് ഈ സം ഡിസ്റ്റൻസ് എബോ എച്ച് പി, സേ 40 mm എബോ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിലാക്കണം എനിക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്നുള്ളത് 40 mm എബോ എക്സ് വൈ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അത് ടോപ്പ് വ്യൂ ഈസ് 30 mm ബിലോ എക്സ് വൈ എന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ബാക്കി എല്ലാം മുമ്പോട്ടുള്ള എല്ലാ കേസും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലോട്ട് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിപ്പം അതിന് വേണ്ടി പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതുകയാണ്. എന്നിട്ട് ഈ ലോജിക്ക് നമ്മൾ എങ്ങനെയാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ അതിൽ പറയുന്നു. ഈ ലോജിക്ക് അവിടെ എങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ്, അത് ഒബ്ലിക് ലൈൻസ്, ഇൻക്ലൈൻഡ് ലൈൻസ്, പാരലൽ ടു എച്ച് പി, ഇൻക്ലൈൻഡ് ടു വി പി എന്നൊക്കെ നമ്മൾ പറയും. സോ വിൽ അണ്ടർസ്റ്റാൻഡ്, ഐ മീൻ വിൽ ഡു ഇറ്റ് വൺ ബൈ വൺ. എന്തായാലും ഈ ലോജിക്ക് നിങ്ങളുടെ തലയിലൊന്ന് ഇരുന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ളത് പറയാൻ. സോ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഞാനിപ്പം ഇവിടെ എഴുതുകയാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് വൺ, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ us later on the question. ഡ്രോ ദി പ്രൊജക്ഷൻസ്, ശ്രദ്ധിച്ചേക്കണം, ഒരു 30 minutes കൂടെ. ഡ്രോ ദി, പ്ലീസ് കോൺസെൻട്രേറ്റ്, ഡ്രോ ദി പ്രൊജക്ഷൻസ് of a line AB having its end A, A 20 mm above HP
and 15 mm in front of VP. ഓക്കെ, ഒരു ഡേറ്റയിലെ ഒരു പാർട്ട് കംപ്ലീറ്റ്. ഇപ്പോൾ പോയിന്റ് എയുടെ ഒരു എൻഡ് എ, ലൈൻ എ ബി എന്ന് പറയുമ്പോൾ ലൈൻ സെഗ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു എൻഡ് എ 20 mm above HP and 15 mm in front of VP. ഓക്കെ, then the second part തരുന്നത് while the end B, end point B, okay, while the end B is say 50 mm above HP and 40 mm in front of VP. ഓക്കെ, ഇനി അടുത്ത ഒരു സെന്റൻസോട് കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിലേക്ക് വരാം. if the distance between the end projectors of the line, if the distance between the end projectors of the line AB is 55 mm, complete the projections. അല്ലെങ്കിൽ അത് ചെയ്യാവുന്നത് ഇവിടെ തന്നെ സെന്റൻസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം ഞാനിവിടെ. ഓക്കെ, ഡ്രോ ദ പ്രൊജക്ഷൻസ് എന്ന് ഓൾറെഡി ഉള്ളത് കൊണ്ട് സോ വി ക്യാൻ കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ ഹിയർ ഇറ്റ് സെൽഫ്. ദ ഡിസ്റ്റൻസ്, അഡീഷണൽ ഡേറ്റ കൂടെ ഇങ്ങനെയാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ്, ഇത് തന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് നൗ കംപ്ലീറ്റ്. ഇനി നമ്മൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഈ ഡേറ്റ പാർട്ട് നമ്മൾ കൗണ്ട് ചെയ്താൽ, അത് വരയ്ക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ദ ഡേറ്റ പാർട്ട് ഷുഡ് കണ്ടെയ്ൻ 5 pieces of information. എന്ന് പറഞ്ഞാൽ ഇതില് ഡേറ്റ ഒരു 5 ഭാഗങ്ങൾ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ ഒരു 5 എണ്ണം ഉണ്ടാവും. എന്തൊക്കെയുണ്ടെന്ന് നോക്കി ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. 20 mm end A 20 mm above HP and 15 mm in front of VP. 20 mm above HP ഡേറ്റ ഒന്നായി, pieces of information കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, then 15 mm in front of VP 2, then end B യുടെ കാര്യം പറഞ്ഞപ്പോൾ 50 mm above HP, അത് തേർഡ് ഇൻഫർമേഷൻ. then 40 mm in front of VP എന്ന് പറയുന്നത് ഫോർത്ത് ഇൻഫർമേഷൻ. then the distance between the end projectors of the line AB, distance between the end projectors is 55 mm, അത് ഫിഫ്ത്ത് ഇൻഫർമേഷൻ. സോ അങ്ങനെ 5 pieces of information വേണം. ഏത് പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ ക്വസ്റ്റ്യൻ എടുത്താലും ഈ ഒരു 5 പാർട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഇതിന് പകരം പാരലൽ ടു VP എന്നൊക്കെ തരുന്നത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, ഒരു ആംഗിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പാരലൽ ടു HP, പാരലൽ ടു VP അതൊക്കെ ഈ പീസസ് ഓഫ് ഇൻഫർമേഷനിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ എന്തായാലും ഇവിടെ ഇപ്പം പാരലലും അങ്ങനെ ഒന്നുമില്ല, ഇൻക്ലൈൻഡ് ആയിട്ട് ഉള്ള ഒരു ലൈൻ തന്നെയാണിത്. HP-ക്കും VP-ക്കും ഇൻക്ലൈൻഡ് ആകുന്ന വിധത്തിലാണ് ഈ ലൈൻ. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് പിന്നീട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ എനിക്ക് ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റ പാർട്ടിലുള്ള കണ്ടന്റ് നമുക്ക് വളരെ പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഇങ്ങനൊരു പോയിന്റ് അതിലുണ്ട്. അത് കണ്ടോ, ഇത് ഇനി അങ്ങോട്ട് കണ്ടാൽ ഇത് മനസ്സിലാക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the end projectors of line AB എന്നുള്ള ലൈനിന്റെ. അപ്പൊ ഞാൻ അവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ന് തന്നെ എഴുതുകയാണ്. ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. അപ്പൊ അങ്ങനെ എഴുതാൻ കാരണമുണ്ട്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്ന് തന്നെ എഴുതുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ്. അപ്പൊ ഇത് നോക്കുമ്പോൾ കണ്ടോ, ഡിസ്റ്റൻസ് D ബിറ്റ്വീൻ B, എൻഡ് പ്രൊജക്ടേഴ്സിന്റെ E ആൻഡ് ദെൻ എൻഡ് പ്രൊജക്ടേഴ്സിന്റെ Eയും Pയും. അപ്പൊ ഇത് ചേർത്തുകൊണ്ട് എനിക്കിത് പറയാം. നമ്മൾ ഇതിനെ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിന്റെ ലാംഗ്വേജിൽ നമ്മൾ DBEP എന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടാൽ നമ്മൾ ഇതിനെ ഷോർട്ടായിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. ഷോർട്ടായിട്ട് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സിനെ ഇനി നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയുന്നത്
DBEP എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ്. ഇനി എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം പറയാം. സോ നമ്മളിപ്പോ ഇഫ് യു ഡ്രോ XY ലൈൻ, ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ, ഈ ലൈൻ എവിടെയാണ് ലൈ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ആദ്യമേ തന്നെ മനസ്സിലാവും. ഇപ്പൊ ഇത്രയും ലോജിക്കും ഉണ്ട്. കാരണം അതിന്റെ എൻഡ് A സം ഡിസ്റ്റൻസ് എബോവ് HP ആൻഡ് സം ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP. Then end point B ആണെങ്കിൽ some distance above HP and again some distance in front of VP. അപ്പൊ ഇത് ശരിക്കും എൻറ്റയർലി എയും ബിയും ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. above HP in front of VP എന്നുള്ളതാണ് പോയിന്റ് എയും പോയിന്റ് ബിയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ലൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ലൈൻ ആണ്. അതിന്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ്ലി ബിലോ XYയും ഫ്രണ്ട് വ്യൂ എബോവ് XYയും വരും, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട്. ഇനി ഇത് അറിയാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് ചെയ്താൽ പോലും നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. അപ്പൊ നമ്മളിവിടെ ബേസിക്കലി വരുന്ന എന്താണെന്നറിയോ? XY ലൈൻ വരച്ചു, ഞാനിപ്പം ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു, ഇതിലാണ് എനിക്ക് എയും A ഡാഷും വരുന്നത് എന്ന് പറയുക. എയും A ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും. അപ്പൊ നമുക്ക് ശരിക്കും എൻ പ്രൊജക്ടേഴ്സ്, ഇതിന്റെ പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ. ശരിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൊജക്ഷൻസ് ഓഫ് ലൈൻ AB, പ്രൊജക്ഷൻസ് ഓഫ് ലൈൻ AB എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് എന്താണ്? പ്രൊജക്ഷൻസ് ഓഫ് ലൈൻ AB മീൻസ് ഇറ്റ്സ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ടോപ്പ് വ്യൂ ഓഫ് AB വേണം. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് വേണം? ഫ്രണ്ട് വ്യൂ ഓഫ് AB വേണം. ഫ്രണ്ട് വ്യൂ മീൻസ് എലിവേഷൻ. ഓക്കെ, സോ ടോപ്പ് വ്യൂ നമ്മൾ എന്താ വിളിക്കുക? പ്ലാൻ. ആൻഡ് അതുപോലെ തന്നെ ആൻഡ് ഫ്രണ്ട് വ്യൂവിന് മറ്റൊരു പേരുള്ള എന്താ? എലിവേഷൻ. ഇതാണ് വരച്ചു കൊടുക്കേണ്ടത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ആണ് വരയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിൽ നിന്ന് പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷനിലേക്ക് വരയ്ക്കുന്ന ലൈൻസ് പെർപെൻഡിക്കുലർ ടു പ്രൊജക്ഷൻ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് പ്ലെയിൻസ് ഓഫ് പ്രൊജക്ഷനിലേക്ക് വരയ്ക്കുന്ന ലൈൻസ് അതിന് നോർമൽ ആയിരിക്കും. ഓക്കെ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം, നമ്മളിവിടെ ഇതിന് പ്ലാൻ പോയിന്റ് ടോപ്പ് വ്യൂ ഓഫ് AB ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് AB എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ടോപ്പ് വ്യൂ ഓഫ് AB മീൻസ് സ്മോൾ എയുടെയും സ്മോൾ ബിയും കൂടെ സ്പോട്ട് ചെയ്തിട്ട് എയും ബിയും കൂടെ കണക്ട് ചെയ്യും, സ്മോൾ AB. ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് AB എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ് എയുടെ ഫ്രണ്ട് വ്യൂ എന്താണ്? A ഡാഷ്. എൻഡ് ബിയുടെ, ക്യാപിറ്റൽ ബിയുടെ ഫ്രണ്ട് വ്യൂ ഏതാണ്? B ഡാഷ്. സോ ഇത് രണ്ടുകൂടെ അങ്ങ് ചേർത്തൊരു ലൈൻ വരയ്ക്കും. ഇപ്പൊ A ഡാഷ് B ഡാഷ് സ്മോൾ AB ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇവിടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ വരയ്ക്കേണ്ടത്? സ്മോൾ AB-യും A ഡാഷ് B ഡാഷ്. AB ആണ് ലൈൻ എങ്കിൽ, AB ആണ് ലൈൻ എങ്കിൽ സ്മോൾ AB ടോപ്പ് വ്യൂ, A ഡാഷ് B ഡാഷ് ഈസ് ദ ഫ്രണ്ട് വ്യൂ എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എയും A ഡാഷും വരുന്ന ഒരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. ഇനി ബിയും B ഡാഷും വരുന്ന ഒരു പ്രൊജക്ടർ ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിപ്പോ എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ആദ്യം വരച്ച ഈ പ്രൊജക്ടർ ലൈനിലാണ് എയും A ഡാഷും വരുന്നതെങ്കിൽ ബിയും B ഡാഷും വരുന്നത് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് എന്നുള്ളതാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത്? DBEP, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്നത് A ഡാഷ് വരുന്ന പ്രൊജക്ടർ ലൈനും B ഡാഷ് വരുന്ന പ്രൊജക്ടർ ലൈനും. പ്രൊജക്ടർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? XYക്ക് പെർപെൻഡിക്കുലർ ആയി നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ B ഡാഷ് വരുന്നത് ഈ ലൈനിലാണെന്ന് വിചാരിക്കുക. തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് നമ്മൾ സ്പോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലൊക്കെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു മറ്റൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ ലൈനിലൂടെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ലൈനിൽ ഏതൊക്കെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയും A ഡാഷും, ഈ ലൈനിൽ വരുന്നത് ബിയും B ഡാഷും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിൽ ഏതൊക്കെ വരും? A, A ഡാഷ്, അത് ഈ പ്രൊജക്ടർ ലൈനിൽ വരും. ലെഫ്റ്റ് സൈഡിലുള്ള, റൈറ്റ് സൈഡിലുള്ളതിൽ ഏതാണ്? ബിയും B ഡാഷ്. എബോവ് XY വരുമോ ബിലോ XY വരുമോ എന്ന് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ. ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് പ്രൊജക്ടർ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DBEP. ഇപ്പൊ സൊല്യൂഷൻ ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഇതാണ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു. ആൻഡ് ഇതിലെ ക്വസ്റ്റ്യനിലെ ഡേറ്റ പാർട്ട് നോക്കിയാൽ ഈ തന്ന ന്യൂമറിക്കൽ ഇൻഫർമേഷൻ, ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ വെച്ച് തന്നിരിക്കുന്നത് 5 ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാ 5 പീസസ് ഓഫ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ വരയ്ക്കാനുള്ള ഒരു ശ്രമം നമ്മളങ്ങ് നടത്തുന്നു. അപ്പൊ എങ്ങനെയാ നമ്മൾ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാ. ഒന്നുമില്ല, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ ഇറ്റ് ഈസ് സോ സ്ട്രേറ്റ് ഫോർവേഡ്. പിന്നെ അതിന്റെ ട്രൂ ലെങ്ത്, ട്രൂ ഇൻക്ലിനേഷൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് കൂടുതൽ ആധികാരികമായിട്ട് വേണ്ടത്. സോ ഡ്രോ XY ലൈൻ. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ഒരു XY ലൈൻ വരച്ചു. അതിന് മാർക്ക് ചെയ്യാനും മറക്കരുത് XY.
ഓക്കെ, ആൻഡ് ദെൻ വെർട്ടിക്കൽ പ്രൊജക്ടർ ആദ്യം എ ഡാഷ് വരയ്ക്കാനുള്ള ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചേ മതിയാവൂ. സോ ദാറ്റ്സ് ലൈറ്റ് വൺ. ഈ ഡ്രോ ദ പ്രൊജക്ഷൻസ് എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും മാത്രം ഡാർക്ക് ആയാൽ മതി, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ലൈറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ആൻഡ് ഐ സെലക്ട് ദിസ് കളർ ടു മേക്ക് ഇറ്റ് ലൈറ്റ്. ആക്ച്വലി ഇപ്പം അധികം വിസിബിൾ ആകാതെ ഇരിക്കാൻ വേണ്ടി ആ കളർ ചൂസ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇതിലായിരിക്കും ഇപ്പൊ ഞാൻ വരച്ചതിലാണ് എയും എ ഡാഷും വരേണ്ടത്. ഇനി അടുത്തെന്താന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എക്സ് വൈയിലൂടെ ഇപ്പൊ ഈ പോയിന്റ് ഇവിടുന്ന് മുമ്പോട്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് എക്സ് വൈയിലൂടെ ഞാൻ മാർക്ക് ചെയ്ത ഈ പോയിന്റ് മുതൽ ഇപ്പൊ ഞാൻ സ്പോട്ട് ചെയ്ത പോയിന്റ് മുതൽ മുമ്പോട്ട് മാർക്ക് ചെയ്തു. അടുത്തൊരു പ്രൊജക്ടറിലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് കുറച്ചുകൂടെ മാറ്റി വരയ്ക്കുകയാണ്. സീ സംവെയർ ഹിയർ. സോ അവിടെ ഞാൻ എൻ്റെ സെക്കൻഡ് പ്രൊജക്ടർ വരയ്ക്കുന്നു. സോ 55 mm ഡിസ്റ്റൻസ് മാറിയാണ് അടുത്ത പ്രൊജക്ടർ വരുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഓഫ് ദ ലൈൻ എ ബി എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്രൊജക്ടർ എന്ന് വിചാരിക്കാം. ഡസ് നോട്ട് സീം ടു ബി വെർട്ടിക്കൽ, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ബെയർ വിത്ത് മീ. ഇത് വെർട്ടിക്കലാന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതിൽ വരുന്നത് പോയിന്റ് എ. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. 20 mm above HP and 15 mm in front of VP. 20 mm above HP, 15 mm in front of VP. അപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. 20 mm above HP മീൻസ് നമ്മൾ ആ ഡിസ്റ്റൻസ് എടുക്കുന്നത് 20 mm above XY തന്നെയാണ്. സോ ദിസ് ഇസ് ഇറ്റ്, 20 mm above XY. കാരണം above HP എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് മാർക്ക് ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അത് above HP-യുടെ റെഫറൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. എ എന്ന് പറയുന്ന പോയിന്റിന്റെ 20 mm above HP ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. സോ ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 20 mm. ഓക്കെ, ആൻഡ് ദെൻ അതുപോലെ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 20 mm above HP ആൻഡ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ 15 mm താഴേക്ക് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു അതേ പ്രൊജക്ടറിൽ. കാരണം എ ആൻഡ് എ ഡാഷ് വിൽ ലൈ ഓൺ ദ സെയിം പ്രൊജക്ടർ ലൈൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എയും എ ഡാഷും ഒന്നിലാണ് വരുന്നത്. 20 mm above HP മാർക്ക് ചെയ്തു, അത് ഫ്രണ്ട് വ്യൂ ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്, കാരണം HP-യുടെ റെഫറൻസ് ആണ്. ദെൻ അതുപോലെ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP-യുടെ റെഫറൻസ് ആണ്, അതുകൊണ്ട് അത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ഏതാണ്? ടോപ്പ് വ്യൂ ഓഫ് ദ പോയിന്റ് ക്യാപിറ്റൽ എ, അതേതാണ്? സ്മോൾ ലെറ്റർ എ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 mm, അത് നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ ഇത് തമ്മിൽ രണ്ട് പ്രൊജക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സോ വി നോ വെരി വെൽ, കാരണം ആ ഡിസ്റ്റൻസ് രണ്ട് പ്രൊജക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DBEP എന്ന് നമ്മൾ പറഞ്ഞതാ. അതിപ്പോ എല്ലാ കേസിലും ഇങ്ങനെ തരണമെന്നില്ല. ദിസ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ടു സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ DBEP, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ്. എത്രയത്? 55 mm. എൻ പ്രൊജക്ടേഴ്സ് എന്ന് വെച്ചാൽ എയും എ ഡാഷും ബിയും ബി ഡാഷും, ആ രണ്ട് വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മീൻസ് ഡിസ്റ്റൻസ് മെഷേർഡ് പാരലൽ ടു XY. XYയിലൂടെ അതങ്ങ് മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അതിൽ വേണം, ഈ രണ്ടാമത്തെ ലൈനിൽ വേണം ബിയും ബി ഡാഷും വരാൻ. അത് എത്രയാണ് ഡിസ്റ്റൻസ്? കണ്ടോ, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 50 mm above HP. ഇപ്പൊ 50 mm above HP എങ്ങോട്ടാണ് എടുക്കുന്നത്? ആ പ്രൊജക്ടർ ലൈനിലൂടെ നമ്മൾ എടുക്കുന്നത് 50 mm. 20 എടുത്തു കഴിഞ്ഞിട്ട് കിട്ടി. സീ സംവെയർ ഹിയർ, നമുക്കിപ്പോ 50 mm above ഇവിടെയാണ് പോയിന്റ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ പോയിന്റ്, സേ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് ഡിസ്റ്റൻസ് ഞാൻ അവിടെ അങ്ങ് മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. എബോവ് HP എന്ന് പറഞ്ഞാൽ എബോവ് XY തന്നെയാണ് എടുക്കേണ്ടത്. ആൻഡ് ദിസ് ഈസ് 50 mm. ആൻഡ് ആ പോയിന്റ് HP-യുടെ റെഫറൻസ്, ഡെഫിനറ്റ്ലി HP-യുടെ റെഫറൻസ് ആകുമ്പം ദാറ്റ് മസ്റ്റ് ബി ഫ്രണ്ട് വ്യൂ. ഏത് പോയിന്റ്? ഇത് B എന്ന എൻഡ് B ആണ്. അപ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് B ഡാഷ്. അതുപോലെ ഇറ്റ് ഈസ് 40 mm, 40 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എന്റെ ബിയുടെ തന്നെയാണ്, ബിയും ബി ഡാഷിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഐഡിയ എന്ന് വെച്ചാൽ എസെൻഷ്യലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ AB എന്ന് പറയുമ്പം അതിന്റെ ടോപ്പ് വ്യൂ എ ഡാഷ്, ദെൻ ഫ്രണ്ട് വ്യൂ ബി ഡാഷ് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടാവണം. അതിലൊക്കെ നമ്മൾ അതിൽ നിന്ന് എയും എ ഡാഷിലും ബിയും ബി ഡാഷും മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് കണക്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ആ 40 mm ഇപ്പൊ ഞാൻ അതാ ഇപ്പം മാർക്ക് ചെയ്യാൻ പോകുന്നത്. 40 mm ആ സെക്കൻഡ് പ്രൊജക്ടറിൽ 40 mm മാർക്ക് ചെയ്തു. ആൻഡ് ദെൻ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് 40 mm. ഇപ്പൊ ഒന്ന് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ആയി മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ദി അതർ പോയിന്റ് റെഫറൻസ് ഡെഫിനറ്റ്ലി ഫോർ മാർക്കിംഗ് ടോപ്പ് വ്യൂ. അപ്പോൾ 40 mm
ഇത് 40 ആണ്, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പിയുടെ റെഫറൻസ്, അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദ ടോപ്പ് വ്യൂ, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. കാരണം വേറൊന്നും വരാൻ പറ്റില്ല, ടോപ്പ് വ്യൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എ ഡാഷും കിട്ടി, ബി ഡാഷും കിട്ടി ഈ തന്ന ഇൻഫർമേഷൻ. ഇനി ഫ്രണ്ട് വ്യൂ എന്താണ്? ഈ എ ഡാഷും ബി ഡാഷും കണക്ട് ചെയ്ത ഒരു ലൈൻ വരയ്ക്കും. ടോപ്പ് വ്യൂ എന്നുള്ളത് എയും ബിയും കണക്ട് ചെയ്ത ഒരു ലൈൻ വരയ്ക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, സോ ദർ വിൽ ബി സം അതർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡ്രോ ദ ട്രൂ, ഫൈൻഡ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ, ട്രൂ ഇൻക്ലിനേഷൻസ് എന്നൊക്കെ പറയും. അത് നമ്മൾ കുറച്ചുകൂടെ ഐഡിയ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിന് ആധികാരികമായിട്ട് കുറച്ച് പോയിന്റ്സ് കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് സിമ്പിൾ ആസ് ദിസ് വൺ. പക്ഷേ നമുക്ക് ഈ കണ്ടന്റ് നമ്മളിപ്പോൾ പറഞ്ഞത് സം ഡിസ്റ്റൻസ് എബോവ് HP, സം ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഓക്കെ, സോ അങ്ങനെ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദിസ് ഈസ് യുവർ, ലെറ്റ് മീ ഡ്രോ ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, സംതിങ് ലൈക്ക് ലൈക്ക് ദിസ്. സോ എ ഡാഷ് ബി ഡാഷ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊജക്ട് ഇവിടെ നമ്മൾ ഇതുവരെ വരച്ചത് ഇതുപോലെ മുമ്പ് സോളിഡ്സും ഐസോമെട്രിക് പ്രൊജക്ഷനൊക്കെ വരച്ചപ്പോൾ ഏത് പോർഷൻ വിസിബിളി ആൻഡ് ഡാർക്ക് ആകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പൊ ശരിക്കും ഡാർക്ക് ആകേണ്ടത് ഈ സ്മോൾ എ ബിയും എ ഡാഷ് ബി ഡാഷും മാത്രം, ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. സ്മോൾ എ ബി ഇസ് ദ ടോപ്പ് വ്യൂ ആൻഡ് എ ഡാഷ് ബി ഡാഷ് ഇസ് ദ ഫ്രണ്ട് വ്യൂ. ഇനി കിട്ടുന്ന മറ്റ് കുറച്ച് കാര്യങ്ങളുള്ളത്, ഇതിനിപ്പോ എ ഡാഷിലൂടെ ഞാനിപ്പോ ഒരു ഹൊറിസോണ്ടൽ ലൈനൊക്കെ വരച്ചു കഴിഞ്ഞാൽ അതിലൂടെ എനിക്ക് ഇതിന്റെ ഈ ആംഗിളും ഒക്കെ മാർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ട്രൂ ആംഗിൾ ആവില്ല. ദിസ് ആംഗിൾ ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് അപ്പാരന്റ് ആംഗിൾ. പിന്നീട് അത് എന്തുകൊണ്ടാന്ന് നമ്മൾ പറയും. ഈ ഒരു ആംഗിള് ശരിക്കും പറഞ്ഞാൽ ദി അപ്പാരന്റ് ആംഗിൾ, ട്രൂ ആംഗിൾ അല്ലാത്തത് ഫ്രണ്ട് വ്യൂവിന്റെ ആംഗിൾ ആൽഫ എന്നും, അതുപോലെ ടോപ്പ് വ്യൂവിന്റെ ആംഗിൾ, ടോപ്പ് വ്യൂ XY ആയിട്ടുള്ള ഹൊറിസോണ്ടലും ആയിട്ടുള്ള ആംഗിൾ, അതിന് നമ്മൾ അപ്പാരന്റ് ആംഗിൾ, അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് ഓഫ് ദ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ വിത്ത് XY എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ വിത്ത് ദ ഹൊറിസോണ്ടൽ ദീസ് അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് റെസ്പെക്റ്റീവ്ലി. ടോപ്പ് വ്യൂവിന്റെ ഇൻക്ലിനേഷന് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ട്. ടോപ്പ് വ്യൂവിന്റേത് നമ്മൾ ബീറ്റ എന്ന് പറയും, മറ്റേത് ആൽഫ. ഇനി റിയൽ ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്ന മാർഗങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം എന്തോ അത് മീൻ ചെയ്യുന്നതെന്നൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മളിപ്പം ഇതില് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വരച്ചത്. എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ, അതാണ് നമ്മൾ അറിയാൻ. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ ആണ് വരച്ചത് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. ദിസ് ഈസ് സംവാട്ട് ലൈക്ക് ദിസ്. ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അതുകൂടെ പറഞ്ഞ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് എ ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ്. അതിങ്ങനെ മനസ്സിലായി ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന്. ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പോയിന്റ് എയും ബിയും രണ്ടും എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP തന്നെയാണ്. സോ സം ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് തന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പോയിന്റ് സം ഡിസ്റ്റൻസ് 20 സംവാട്ട് ലൈക്ക് ദിസ്. ഞാനിപ്പോ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം, ഇങ്ങനെ ഒരു ലൈനാണ് ഇവിടെ വരുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കുന്നത്. സോ ഇറ്റ്സ് സംവാട്ട് ലൈക്ക് ദിസ്. ഇപ്പം ഐഡിയ ഇതാണ് എന്ന് മാത്രം. ഓക്കെ, ആൻഡ് ദെൻ ദ സെക്കൻഡ് വൺ പ്രൊജക്ഷൻ സി ഏതാണ്ട് ഇങ്ങനെ വരും എന്ന് മാത്രം പറയുന്നതേ ഉള്ളൂ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി മാത്രം. സോ ഓക്കെ, സോ ലൈക്ക് ഇതിപ്പോ ഞാൻ ഈ വരച്ച പോലെ നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിടികിട്ടും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ലെറ്റ് മീ മാർക്ക് ദാറ്റ് ഡിസ്റ്റൻസസ് ഗിവൺ. അത് ആ ഡിസ്റ്റൻസസ് ഗിവൺ ഞാൻ അങ്ങ് മാർക്ക് ചെയ്തേക്കാം. ദിസ് ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എ ആണ് പോയിന്റ്. എ എന്ന് പറയുന്ന ഇതാണ്. പോയിന്റ് ബി ഈസ് ദിസ് വൺ. എയും ബിയും 15 mm in front of VP and 20 mm above HP, then 50 mm above HP and 40 mm in front of VP. And the distance between the end projectors, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 55 mm എന്നുള്ളതാ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതല്ല നമ്മുടെ ലൈൻ. ഇപ്പോൾ ഉള്ള AB എന്ന് പറയുന്ന ലൈൻ ആക്ച്വലി ഇങ്ങനെ കിടക്കുക. ഇറ്റ്സ് ആൻ ഇൻക്ലൈൻഡ് ലൈൻ. ഇതുപോലെ ഇങ്ങനെ ഒരു ലൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ എൻഡ് എ, ദിസ് ഈസ് ദ എൻഡ് ബി. ഇനി നമ്മൾ വരച്ച പ്രൊജക്ഷൻ ഏതാണെന്ന് അറിയണ്ടേ? നമ്മൾ വരച്ച പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പൊ നമ്മൾ വരച്ചത്. അതായത് ഇപ്പൊ എനിക്ക് സ്പോട്ട് ചെയ്ത് ഇവിടെ കിട്ടിയ ഒരു പോയിന്റ്, ആൻഡ് ദിസ് ഈസ് ഇറ്റ്, ആൻഡ് ദിസ് പോയിന്റ് ഈസ് മൈ എ ഡാഷ്, ആൻഡ് ദിസ് പോയിന്റ് ഈസ് മൈ ബി ഡാഷ്, ആൻഡ് ഇവിടെ ബോട്ടമിൽ കിട്ടിയത് ദിസ് പോയിന്റ് ഈസ് എ ആൻഡ് ദിസ് പോയിന്റ് ഈസ് ബി. സോ അൾട്ടിമേറ്റ്ലി
എനിക്കിപ്പോൾ കിട്ടിയ പ്രൊജക്ഷൻസ് ശരിക്കും ഫൈനലി കിട്ടിയത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ദീസ് ആർ ദ പ്രൊജക്ഷൻസ്. എ ബി എന്ന് പറയുന്ന ആ ലൈൻ, സി ദിസ് ഈസ് എ ബി എന്ന് പറയുന്ന ആ ലൈൻ എന്ന് പറയുന്നത് ദിസ് വൺ, ഓക്കെ, എ ബി. ആൻഡ് അതിന്റെ അതുപോലെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞത് ഇതാ. നമ്മൾ ഈ വരച്ചത് ഇപ്പോൾ എ ഡാഷ് ബി ഡാഷ് എ ബിയും ആണ്. ഇതാ ശരിക്കും നമ്മളിവിടെ വരച്ചത്, ഈ തന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ചെയ്തത്. ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ. അപ്പൊ നമ്മൾ ഒറിജിനൽ ലൈനൊന്നും സ്പോട്ട് ചെയ്തില്ല, പക്ഷെ നമ്മൾ ആ പ്ലെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എച്ച് പിയിലും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇത് ശരിക്കും ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും മറ്റേത് വെർട്ടിക്കൽ പ്ലെയിനും ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ദിസ് ഈസ് എച്ച് പി, ഓക്കെ, ഇത് എച്ച് പിയും ഇത് എച്ച് പി ആണ്. ആൻഡ് ദിസ് വൺ ഈസ് വി പി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിപ്പം ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അത് പാരലൽ ടു എക്സ് വൈ ആണ് ആ ഡിസ്റ്റൻസ് എടുക്കുന്നത്. പാരലൽ ടു എക്സ് വൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന ആ എന്താണ് ഡി ബി എന്താണ് ഇ പി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് ഡി ബി ഇ പി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ആംഗിൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞ അപ്പാരന്റ് ആംഗിൾ എന്ന് പറയുന്നത്, അപ്പാരന്റ് അത് നോട്ട് റിയൽ വൺ. സോ ദി അപ്പാരന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ ഇതാണ്, ദിസ് ആംഗിൾ. ആൻഡ് ഇതിനെയാണ് നമ്മൾ ബീറ്റ എന്ന് വിളിച്ചത്, ബീറ്റ. ആൻഡ് ദെൻ ഇവിടെ ഒരു ആംഗിൾ, സി ദിസ് ലൈൻ, ദിസ് ആംഗിൾ ഈസ് ആൽഫ. ഇങ്ങനെ നമ്മളെ ലോജിക്ക് കോമൺ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ആൻഡ് ലൈയിങ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇതുപോലെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാം, സെക്കൻഡ് ക്വാഡ്രന്റിൽ വരാം, തേർഡ് ക്വാഡ്രന്റിൽ വരാം, ഫോർത്ത് ക്വാഡ്രന്റിൽ വരാം. ഇതിന് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. പക്ഷെ നമ്മുടെ ഈ ലോജിക്ക് മനസ്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടായാൽ പോലും നമുക്ക് ഇതുപോലുള്ള കുറച്ച് തമ്പ് റൂൾസ് നമ്മൾ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ ബ്രീഫ് ചെയ്യാൻ അരമണിക്കൂറിൽ ഇങ്ങനെ മാത്രം പറഞ്ഞാലും ഇതിപ്പോ കംപ്ലീറ്റ് ആകുമായിരുന്നു. ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് മാത്രം, അതായത് എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എടുക്കുമ്പോൾ ഏതൊക്കെയാണ്, എങ്ങോട്ടാണ് എടുക്കേണ്ടത്, അത് ഏതിനെയൊക്കെ ടോപ്പ് വ്യൂ ആണോ ഫ്രണ്ട് വ്യൂ ആണോ എന്നുള്ളത്. ഒരു പോയിന്റ് എച്ച് പിയിലാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എക്സ് വൈയിൽ വരുമെന്നും, ഒരു പോയിന്റ് വി പിയിലാണെങ്കിൽ ആ പോയിന്റിന്റെ ടോപ്പ് വ്യൂ എക്സ് വൈയിൽ വരുമെന്നും, പിന്നെ അതുപോലെ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് പ്രൊജക്ഷൻസ് എന്തൊക്കെയാണെന്ന്, അങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഇപ്പൊ നമ്മൾ വരച്ചത് അൺനോയിങ്ലി, അറിയാതെ തന്നെ നമ്മൾ വരച്ചത് ഒരു ഇൻക്ലൈൻഡ് ലൈനിന്റെ, ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളത് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിക്ക് സം റിയൽ ഇൻക്ലിനേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെയും ഫ്രണ്ട് വ്യൂവിന്റെയും ഇൻക്ലിനേഷൻ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അപ്പാരന്റ് ഇൻക്ലിനേഷൻസ്, നോട്ട് റിയൽ ബട്ട് അപ്പാരന്റ് ഇൻക്ലിനേഷൻ. ടോപ്പ് വ്യൂവിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ആ ആംഗിൾ ആൽഫ ബീറ്റ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇനി റിയൽ ഇൻക്ലിനേഷൻസ് വെച്ചും നമ്മൾ ചെയ്യുന്നതും അങ്ങനെ കുറെ ഒരു 10ഓളം ടൈപ്പുകളുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന ലോജിക്ക് വളരെ എക്സാക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ച് അത് തന്നെ ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ ഒരു പരിധി വരെ ഒരു 80% വിൽ ബി ഏബിൾ ടു മാനേജ്.